സൂറത്തുൽ ജാമിഅ, സൂറത്തു ത്വാസീം മീം എന്നീ രണ്ട് പേരുകൾ കൂടിയുണ്ട്. പക്ഷെ എല്ലാവർക്കും സുപരിചിതമായ പൊതുവെ അറിയപ്പെട്ട ഒരു പേരാണ് അശ്ശുഅറ. ശുഅറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കവികൾ എന്നാണ് അർത്ഥം. അറബികളെ സംബന്ധിച്ചിടത്തോളം, വിശിഷ്യ പഴമക്കാരായ അറബികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒരു കാര്യമായിരുന്നു കവിതകൾ എന്നുള്ളത്. നന്നായി കവിത പാടുന്ന ആളുകൾ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. എന്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുഅ്ജിസത്തായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിനെ തെരഞ്ഞെടുത്തു എന്ന് പണ്ഡിതന്മാർ ചർച്ച ചെയ്യുമ്പോൾ അവർ പറഞ്ഞ ഒരു മറുപടി, അന്നത്തെ കാലഘട്ടത്തിൽ കവികൾ ധാരാളമായി ഉണ്ടായിരുന്നു. അവരുടെ അടുത്തേക്കാണ് ഒരു വേദഗ്രന്ഥം അവതരിക്കപ്പെടുന്നത്. അപ്പൊ അള്ളാഹുവിന്റെ വെല്ലുവിളിയാണ്, ഫഅ്തു ബിസൂറത്തിൻ മിൻ മിസ്ലിഹി, വിശുദ്ധ ഖുർആനിലുള്ള ഒരു അധ്യായം പോലെ ഒരു അധ്യായം. നിങ്ങൾ അറബി ഭാഷയിൽ വലിയ കവിതകൾ എഴുതുന്ന കവികൾ നിങ്ങളുടെ കൂട്ടത്തിലില്ലേ? എങ്കിൽ നിങ്ങൾ ധൈര്യമുണ്ട് എങ്കിൽ, കഴിയുമെങ്കിൽ ഇതിനു സമാനമായ ഒരു സൂറത്തെങ്കിലും നിങ്ങൾ കൊണ്ടുവരൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വെല്ലുവിളിക്കുന്നുണ്ട്. മനസ്സിലായല്ലേ? പേപ്പർ പാസ് ചെയ്യുന്നുണ്ട്. ഇപ്പോ പുസ്തകം വാങ്ങിയവർ അതിലെന്താ ചെയ്യാ, ഒന്ന് പേര് എഴുതാ, പുസ്തകത്തിന്റെ മുകളിലും പേര് എഴുതിക്കൊള്ളു. കളക്ഷൻ പിന്നെ നടത്തല്ലേ, കളക്ഷൻ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അറബികളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് പഴമക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ കവിതയുമായി നല്ല ബന്ധമുണ്ടായിരുന്നു. എത്രത്തോളം അവർ തെരഞ്ഞെടുത്ത കവിതകളെ അത് സ്വർണം കൊണ്ട് എഴുതിക്കൊണ്ട് കഅബയിൽ തൂക്കിയിട്ടിരുന്നു എന്നാണ്. 7 കവികൾ ഉണ്ടായിരുന്നു. ഇംറുൽ ഖൈസ്, ത്വറഫത്ത് ബിൻ അബ്ദ്, സുഹൈർ ബിൻ അബി സലമ, അംർ ബിൻ കുൽസൂം എന്നിങ്ങനെയുള്ള 7ഓളം കവികൾ എഴുതിയ അവരുടെ കവിതാ സമാഹാരം അത് എഴുതി, അതും സ്വർണത്തിൽ എഴുതിക്കൊണ്ട് അവർ കഅബക്കുള്ളിൽ സൂക്ഷിച്ചിരുന്നു എന്നാണ്. അപ്പൊ അത്രത്തോളം അവരുടെ ഇടയിൽ സ്ഥാനമുണ്ടായിരുന്ന ഒരു കാര്യമാണ് കവിത എന്നുള്ളത്. എല്ലാ ഗോത്രത്തിലും സ്വന്തമായി കവികൾ ഉണ്ടാകും. കാരണം എന്താ? ഒരു ഗോത്രത്തെ മറ്റൊരു ഗോത്രം അധിക്ഷേപിക്കുന്നു എങ്കിൽ അത് കവിതയിലൂടെയാണ് അധിക്ഷേപിക്കുക. അങ്ങനെ ഏതെങ്കിലും ഒരാൾ തങ്ങളുടെ ഗോത്രത്തെ അധിക്ഷേപിച്ചാൽ അതിനു മറുപടി കവിതയായി കൊണ്ടു തന്നെ പാടാൻ ഓരോ ഗോത്രക്കാരും തങ്ങൾക്ക് വേണ്ടി സ്വന്തമായി കവികളെ സ്വീകരിച്ചിരുന്നു എന്നാണ്. രാജാക്കന്മാർക്ക് കവികൾ ഉണ്ടായിരുന്നു. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്ഷേപിച്ചുകൊണ്ട് പല മുശ്രിക്കായിരുന്ന ആളുകൾ, പിന്നീട് പലരും അതിൽ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്, നന്നായി അധിക്ഷേപിച്ചുകൊണ്ട് കവിത പാടിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ ചെറുത്തത് അതുപോലെയുള്ള കവിത സ്വഹാബാക്കളോട് പാടാൻ പറഞ്ഞിട്ടാണ്. ഷാഇറുൻ നബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കവി എന്നറിയപ്പെടുന്ന ഒരു സഹാബിയുണ്ട്, ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. മുശ്രിക്കുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അധിക്ഷേപിച്ചുകൊണ്ട് പാട്ട് പാടിയപ്പോൾ, ഈ പാട്ട് പാടിയാൽ എന്താ പ്രശ്നം? ഇപ്പോ അറബികളുടെ ചരിത്രം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിതനാകുന്നതിന്റെ 150 വർഷങ്ങൾക്ക് മുമ്പ് വരെയുള്ള ചരിത്രം ഇന്ന് ലഭ്യമാണ്. എങ്ങനെയാണ് ചരിത്രം സൂക്ഷിക്കപ്പെട്ടത്? കവിതകളിലൂടെയാണ്. ആ 150 വർഷങ്ങൾക്ക് മുമ്പ്, അഥവാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നതിന്റെ 150 വർഷങ്ങൾക്ക് മുമ്പ് പാടിയ കവിത ഇന്നും ലഭ്യമാണ്. പണ്ട് കാലത്ത് ഇത് റെക്കോർഡ് ചെയ്ത് വെക്കൊന്നുമില്ല, എവിടെയെങ്കിലും പിന്നെ ഒരു പുസ്തകമാക്കിയിട്ട് മൊത്തത്തിൽ കവിതാ സമാഹാരം എന്ന് പറഞ്ഞിട്ട് ക്രോഡീകരിച്ച് വെക്കൊന്നുമില്ല.
അവരിങ്ങനെ എഴുതി വെക്കുകയാണെങ്കിൽ തന്നെ ചില ബൈത്തുകൾ എന്ത് ചെയ്യും, ചില വരികൾ ഇങ്ങനെ ഓരോ ഓലയിലും മറ്റുമൊക്കെ ഇങ്ങനെ എഴുതി വെക്കും എന്നല്ലാതെ ഒരു കവിതാ സമാഹാരമായിക്കൊണ്ടൊന്നും ശേഖരിച്ചിട്ടില്ല. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നതിന്റെ 150 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച ആളുകളുടെ കവിതാ സമാഹാരം ഇന്നും ലഭ്യമാണ്. ഇതെങ്ങനെയാണ് ശേഖരിക്കപ്പെട്ടത്? ഒരു കവി ഒരു കവിത പാടിയാൽ പിന്നെ അന്നത്തെ ട്രെൻഡ് പിന്നെ ആ കവിതകാരം എല്ലാവരും ആ കവിത ഇങ്ങനെ പാടിക്കൊണ്ട് നടക്കും, ഓൽക്ക് ഇഷ്ടപ്പെട്ടാൽ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തെറി പറഞ്ഞുകൊണ്ട് മുശ്രിക്കുകൾ പാട്ടുപാടി കവിത എഴുതി. അതിന്റെ പ്രശ്നം എന്താ? സ്വാഭാവികമായും ആ കവിതയാകും പിന്നീട് എല്ലാവരും നാവുമ്പലും ഉണ്ടാവുക. അതിന് ഒരു പരിഹാരം മാത്രമേ ഉള്ളൂ. അതിനേക്കാൾ നല്ല, അതിനെ പ്രതിരോധിക്കുന്ന ഒരു കവിത എഴുതണം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനോട് കവിത പാടാൻ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നീ ഖുറൈശികളെ മൊത്തത്തിൽ വിമർശിച്ചാൽ ഞാനും ഖുറൈശിയാണല്ലോ, അപ്പൊ നീ എങ്ങനെ കവിത എഴുതും എന്ന് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു എന്നാണ്. ഒരു കുഴച്ചു വെച്ച മാവിൽ നിന്ന് ഒരു മുടി മെല്ലെ ഊരിയെടുക്കുന്നത് പോലെ, ഒരു കേശം മെല്ലെ ഊരിയെടുക്കുന്നത് പോലെ പ്രവാചകരെ ഖുറൈശികളെ ആക്ഷേപിക്കുമ്പോൾ, മുശ്രിക്കുകളെ ആക്ഷേപിക്കുമ്പോൾ ഞാൻ താങ്കളെ അതിൽ നിന്ന് നൈസായി ഊരിയെടുക്കും എന്ന് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞു എന്നാണ്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എങ്കിൽ നീ കവിത പാടുക, മഅക റൂഹുൽ ഖുദുസ്, നിനക്ക് ജിബ്രീലിന്റെ സഹായം ഉണ്ടാകും എന്ന് വരെ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ, കവികൾക്കും കവിതകൾക്കും പണ്ട് കാലത്ത് വലിയ സ്വാധീനം ഉണ്ടായിരുന്നു. കവിത എങ്ങനെ പാടല് വരും? ചിലർക്കൊക്കെ കവിത വരണമെന്നുണ്ടെങ്കിൽ കള്ളു കുടിക്കണം. കള്ളു കുടിച്ച് വിവസ്ത്രരായി മരുഭൂമി കൂടി 4 ഉരുളൽ ഉരുണ്ടാലാണ് ചിലർക്കൊക്കെ കവിത വരിക. അങ്ങനെയായിരുന്നു പണ്ട് കാലത്തെ കവികൾ. അപ്പൊ മുശ്രിക്കുകൾ പറഞ്ഞ ഒരു കാര്യമാണെന്ത്? ഈ പറയുന്ന മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പോലെയുള്ള ഒരു കവിയാണ് എന്ന് മുശ്രിക്കുകൾ പറഞ്ഞപ്പോ അതിന് മറുപടി ആയിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിൽ ഒരു ആയത്തിറക്കി, വശുഅറാഉ യത്തബിഉഹുമുൽ ഗാവൂൻ, കവികൾ, അവരെ പിൻപറ്റുന്ന ആളുകൾ ദുഷിച്ച ആളുകളാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നോക്കൂ നിങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുന്ന ആളുകൾ വളരെ നല്ല സ്വഭാവമുള്ള ആളുകളാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പോലെ, അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള നല്ല സ്വഭാവത്തിന് ഉടമകളായ ആളുകളാണ്. കവികളെ സാധാരണ പിൻപറ്റാറുള്ളത് ദുഷിച്ച ആളുകളാണ്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വെറും കേവലം ഒരു കവിയാണ് എങ്കിൽ നല്ല ആളുകളൊന്നും ആ കവിനെ പിൻപറ്റാൻ പോകൂല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിൽ ആയത്തിറക്കി. അപ്പൊ ആ ഒരു വേർഡിനെ മുൻനിർത്തിക്കൊണ്ടാണ്, ആ ഒരു വാക്കിനെ മുൻനിർത്തിക്കൊണ്ടാണ് അശ്ശുഅറാ എന്ന പേര് ഈ സൂറത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. ഈ ബാക്കി കാര്യങ്ങൾ നമുക്ക് ആ ആയത്തിന്റെ വിശദീകരണത്തിൽ നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ്. ഇത് മക്കയിൽ ഇറങ്ങിയ സൂറത്താണ്. ഈ സൂറത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. എന്താണ് ചോദിച്ചാൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കളവാക്കി പരിഹാസത്തിന്റെ അങ്ങേ തലയിൽ മുശ്രിക്കുകൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അള്ളാഹു ഇറക്കിയ സൂറത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു ആശ്വാസം എന്നോണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു തൃപ്തി ലഭിക്കുവാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു ക്ഷമ ലഭിക്കുവാൻ, ജീവിതത്തിൽ ക്ഷമ ലഭിക്കുവാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ആശ്വാസമായി ഇറക്കിയ സൂറത്താണ് അശ്ശുഅറാ എന്ന സൂറത്ത്. ഇതിലെന്താ അള്ളാഹ് പറയണത്? അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിൽ പ്രവാചകന്മാരുടെ കഥകൾ ഇങ്ങനെ വിവരിക്കുകയാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കഥ വിവരിക്കുന്നുണ്ട്. പ്രവാചകരെ, താങ്കൾക്ക് മുമ്പ് ജീവിച്ചു പോയ പ്രവാചകന്മാർ ഇതുപോലെയുള്ള പരീക്ഷണങ്ങൾ നേരിട്ടിട്ടുണ്ട്. അവരൊക്കെ ആ പരീക്ഷണങ്ങളിൽ സഹിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയവരാണ്. അതുകൊണ്ട് പ്രവാചകരെ, താങ്കൾ ഇപ്പോൾ ക്ഷമിക്കുക. അന്തിമമായ പര്യവസാനം പ്രവാചകരെ അത് മുഅ്മിനീങ്ങൾക്കുള്ളതാണ്, അത് പ്രവാചകന്മാർക്കുള്ളതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിലൂടെ വിശദീകരിക്കുന്നത് കാണാൻ സാധിക്കും. അപ്പൊ അഥവാ ഈ സൂറത്ത് മക്കിയായ സൂറത്താണ് എന്നർത്ഥം. ഈ സൂറത്ത്
മക്കിയായ സൂറത്താണ്. എന്തുകൊണ്ടാണ് ജാമിഅ എന്ന പേര് കിട്ടിയത്? ഒരു ജാമിഅ എന്ന് പറഞ്ഞാൽ എന്താ? സാധാരണ ഒരു യൂണിവേഴ്സിറ്റി, ഒരു കോളേജിനൊക്കെ പറയല്ലേ, വ്യത്യസ്തമായ കോഴ്സുകൾ അവിടെ സമ്മേളിക്കുന്നുണ്ട് അല്ലേ? വ്യത്യസ്തമായ കോഴ്സുകൾ അവിടെ ഉണ്ടാകും. അതുപോലെ ഇതിന് ജാമിഅ എന്നുള്ള പേര് കിട്ടാൻ കാരണം ആ പ്രവാചകന്മാരുടെ, ഒന്നിലേറെ വരുന്ന പ്രവാചകന്മാരുടെ കഥകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ചേർത്ത് ഈ ഒരു സൂറത്തിൽ വിശദീകരിച്ച് പറയുന്നുണ്ട് എന്നതുകൊണ്ടാണ് ഇതിന് അങ്ങനെ ഒരു പേര് വന്നത് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെക്കുന്നത് കാണാൻ സാധിക്കും. ഇനി ആയത്തിലേക്ക് വന്നാൽ, ഒന്നാമത്തെ ആയത്ത് എന്താ അതിന്റെ അർത്ഥം? അതിന്റെ ഉദ്ദേശം എന്താണ് എന്ന് നമുക്കറിയൂല. എന്നാൽ അതിനൊരു വിവക്ഷയുണ്ടോ? അതിനൊരു ലക്ഷ്യമുണ്ടോ? ലക്ഷ്യമുണ്ട്. എന്താണ് ലക്ഷ്യം? ലക്ഷ്യമുണ്ട് എന്ന് പറയാനൊരു കാരണമുണ്ട്. മുശ്രിക്കുകൾ വിശുദ്ധ ഖുർആനിന്റെ ന്യൂനതകൾ ഇങ്ങനെ ചുഴിഞ്ഞന്വേഷിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. ഖുർആനിന്റെ ന്യൂനത അവർക്ക് ഏതെങ്കിലും ഒരു പോയിന്റിൽ ചൂണ്ടിക്കാണിക്കാൻ കഴിയുമെങ്കിൽ അറബി ഭാഷയിൽ നന്നായി കഴിവുള്ള ആളുകൾ അത് എടുത്തുദ്ധരിക്കും. അതിന്റെ പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കളിയാക്കും. സ്വാഭാവികമാണ്. അപ്പൊ വെറുതെയാണ് ഖുർആനിലെ ഏതെങ്കിലും ഒരു കേവലം ഒരു ആയത്തെങ്കിൽ പോലും അവരത് ന്യൂനതയായി പറയേണ്ടതായിരുന്നു. അവരിതൊരു ന്യൂനതയായി പറഞ്ഞിട്ടില്ല. ആ ഖുർആനിൽ കുറെ ആവശ്യമില്ലാത്ത ആയത്തുകൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. അതിന്റെ അർത്ഥം എന്താ? ഇത് ആവശ്യമുള്ളതാണ്. ഇതിലൂടെയും അവർക്ക് എന്തൊക്കെയോ കിട്ടിയിരുന്നു എന്നതിന്റെ തെളിവാണ്. എന്താണ് ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, നമ്മളൊക്കെ എല്ലാ ക്ലാസ്സിലും പറയുന്നതാണ്, ഈ ഹുറൂഫുൽ മുഖത്തഅ കൊണ്ട് തുടങ്ങുന്ന ആരംഭിക്കുന്ന സൂറത്തുകളിലൊക്കെ നമ്മൾ ചർച്ച ചെയ്യണം. ഇതിനൊരു ലക്ഷ്യം എന്താണ്? പണ്ഡിതന്മാർ പറഞ്ഞൊരു ലക്ഷ്യം, അധികമായും ഇത്തരം ആയത്തുകൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അള്ളാഹു പ്രതിപാദിക്കുക വിശുദ്ധ ഖുർആനെ കുറിച്ചായിരിക്കും. എപ്പോഴും അധികമായും ഇത്തരത്തിലുള്ള ആയത്തുകൾ വന്നാൽ ശേഷം ഖുർആനിനെ കുറിച്ച് അള്ളാഹു പ്രതിപാദിക്കും. അപ്പൊ അള്ളാഹുവിന്റെ വെല്ലുവിളിയാണ് യഥാർത്ഥത്തിൽ ഇത്തരം ആയത്തുകൾ. ത്വാ, സീൻ, മീം പോലെയുള്ള അക്ഷരങ്ങൾ വെച്ചുണ്ടാക്കിയ ഈ വിശുദ്ധ ഖുർആനിനെ വെല്ലുന്ന രൂപത്തിൽ നിങ്ങളൊരു സൂറത്ത് കൊണ്ടുവരൂ എന്നാണ് അതിൻ്റെ ഒരു വിവക്ഷ എന്ന് പല പണ്ഡിതന്മാരും പറഞ്ഞു വെക്കുന്നത് കാണാൻ സാധിക്കും. അല്ലാഹു ആലം. അപ്പൊ ഒന്നാമത്തെ ആയത്തതാണ് ത്വാസീൻ മീം. ഇനി രണ്ടാമത്തെ ആയത്ത് തിൽക ആയാത്തുൽ കിതാബിൽ മുബീൻ. തിൽക അവ, യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആനിനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് പറയുന്നത്. അറബി ഭാഷയിൽ അത്, അവ അഥവാ ദൂരത്തുള്ള ഒരു വസ്തുവിനെ സൂചിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് തിൽക ദാലിക പോലെയുള്ള വാക്കുകൾ അറബി ഭാഷയിൽ പ്രതിപാദിക്കാറുള്ളത്. എന്തുകൊണ്ട്? ഖുർആനാണ് ഇപ്പൊ നമ്മൾ ഓതുന്നത്. ആ ഖുർആനിനെ കുറിച്ച് തിൽക പറഞ്ഞു, ഖുർആനിലെ വചനങ്ങളെ കുറിച്ച് തിൽക എന്ന് അള്ളാഹു സൂചിപ്പിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറബി ഭാഷയിൽ ബഹുമാനത്തിനു വേണ്ടി അത്തരം സന്ദർഭങ്ങളിൽ ഇത്തരം വാക്കുകൾ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ അള്ളാഹു പറയാണ് തിൽക ആയാത്തുൽ കിതാബിൽ മുബീൻ. തിൽക ഇവ ആയാത്തുൽ കിതാബ്, വേദഗ്രന്ഥത്തിലെ വചനങ്ങളാണ്. അൽ മുബീൻ, വ്യക്തമായ സുവ്യക്തമായ വേദഗ്രന്ഥത്തിലെ വചനങ്ങളാണ് ഇവ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല തുടക്കത്തിൽ പറയാം. അപ്പൊ വിശുദ്ധ ഖുർആനിന്റെ ഒരു പ്രത്യേകതയാണ് അത് ക്ലിയറാണ്. ഖുർആനിന്റെ അധ്യാപനങ്ങൾ, ഖുർആനിലെ വചനങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അതിലെ തൗഹീദ് വളരെ ക്ലിയറാണ്. ഖുർആനിനെ നല്ല രൂപത്തിൽ പഠിക്കുവാൻ ഉദ്ദേശിക്കുന്ന ആൾക്ക് അതിലെ തൗഹീദിനെ യഥാർത്ഥ രൂപത്തിൽ കണ്ടെത്താൻ സാധിക്കും. ഷിർക്കിന്റെ ഗൗരവം എന്താണ് ഷിർക്ക് എന്നും അതിന്റെ ഇനങ്ങൾ എന്താണ് എന്നും വിശുദ്ധ ഖുർആൻ പഠിക്കുന്ന ഏതൊരു വ്യക്തിക്കും കണ്ടെത്താൻ സാധിക്കും. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ അടങ്ങിയ നിയമങ്ങൾ ഖുർആൻ പഠിക്കുന്ന ഏതൊരാൾക്കും വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. അത് നന്നായി പഠിച്ച ഒരാൾക്ക് മാത്രമല്ല, കേവലം ഏത് സാധാരണക്കാരനും ഖുർആനെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ അവന് വ്യക്തവും സ്പഷ്ടവുമാണ്. അപ്പൊ ഖുർആൻ വ്യക്തതയുള്ളതാണ്. അതുപോലെ ഖുർആനിന്റെ മറ്റൊരു പ്രത്യേകതയാണ് മറ്റുള്ളവർക്ക് വ്യക്തത നൽകുന്ന ഗ്രന്ഥം കൂടിയാണ്. ഖുർആൻ സ്വന്തമായി വ്യക്തതയുള്ള ഗ്രന്ഥമാണ്. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് വ്യക്തത നൽകുന്ന ഗ്രന്ഥം കൂടിയാണ്. ഹിദായത്തിലേക്ക്, അതുപോലെ തന്നെ സത്യത്തിലേക്ക് വെളിച്ചം നൽകുന്ന ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ.
അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് തിൽക ആയാത്തുൽ കിതാബിൽ മുബീൻ, അത് വ്യക്തമായ വേദഗ്രന്ഥത്തിലെ വചനങ്ങളാണിവ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. ശേഷം അല്ലാഹു പറയാണ് ലഅല്ലക ബാഖിഉൻ നഫ്സക അല്ലാ യകൂനു മുഅ്മിനീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്നെ നന്നായി കളിയാക്കുക എന്നത് മുശ്രിക്കീങ്ങളുടെ ഒരു ഹോബിയായിരുന്നു. അതാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത്. ഈ വചനങ്ങൾ അവതരിക്കുന്നത് യഥാർത്ഥത്തിൽ മുശ്രിക്കുകളുടെ പരിഹാസം അങ്ങേ തലയിൽ നിൽക്കുമ്പോഴാണ്. അവർ എന്നും എന്താ ചെയ്യാറിയോ, മഗ്രിബിന്റെ സമയത്ത് കഅബയുടെ അടുത്ത് ഒരുമിച്ച് കൂടും. എന്നിട്ട് ഓലെ നേതാക്കന്മാരൊക്കെ ഉത്ബയും ഷൈബയും അബൂ സുഫിയാനും അതുപോലെ തന്നെ അബൂജഹലും വലീദ് ഇബ്നു മുഗീറയും ഒക്കെ ഒരുമിച്ച് കൂടിയാൽ ഓലൊരാളെ വിളിക്കും, ഓല കൂട്ടത്തു നിന്ന് ഒരാളെ വിളിക്കും. എന്നിട്ട് പറയും മുഹമ്മദ് നബിനെ പോയി വിളിച്ചോണ്ടിട്ട് അറിയും. എന്നിട്ട് ആ വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോയി വിളിക്കും. എന്താ പറയാ, ഖുറൈശി നേതാക്കളൊക്കെ നിങ്ങളെ വിളിക്കുന്നുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിചാരിക്കും, പടച്ചോനെ ഇവർക്ക് സത്യം മനസ്സിലായോ എന്ന് വിചാരിച്ചിട്ട് വലിയ താല്പര്യത്തോടു കൂടി ധൃതി പിടിച്ചു വരുന്നതാണ്. എന്നിട്ട് വന്നു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയും, മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ പറയുന്ന ഒരു കാര്യം അറബികളിൽ ഇന്ന് വരെ ഒരാളും പറയാത്ത കാര്യമാണ്. ഈ ഒരു പുതിയ മതവുമായി കൊണ്ടുവന്നിരിക്കുന്നു. ഇതുപോലെയുള്ള ഒരു മതം, ഇതുപോലെയുള്ള കാര്യങ്ങൾ അറബികൾക്ക് പരിചയമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് ഞങ്ങൾ നിന്നിൽ എങ്ങനെയാണ് വിശ്വസിക്കുക? നീ ഞങ്ങളുടെ കുടുംബത്തെ രണ്ടായി മുറിച്ചവനാണ്. പല കുടുംബത്തിലും മുസ്ലിം ഉണ്ടാവും, കാഫിർ ഉണ്ടാകും. അപ്പൊ അങ്ങനെ ഞങ്ങളെ കുടുംബത്തെ മുറിച്ചവനാണ്. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കിയവനാണ്. ഞങ്ങളുടെ പിതാക്കന്മാരെ ചീത്ത പറഞ്ഞവനാണ്. ഞങ്ങളുടെ കാഴ്ചപ്പാടുകളെ വിഡ്ഢിത്തരമാണ് എന്ന് പറഞ്ഞവനാണ്. നിന്റെ ഉദ്ദേശം പണമാണ് എങ്കിൽ അത് ഞങ്ങൾ നിനക്ക് തരാം. അത് പണം കൊടുക്കാനൊന്നല്ല, ഒക്കെ കളിയാക്കിയിട്ടാണ്. നിനക്ക് അധികാരമാണോ വേണ്ടത്, അത് ഞങ്ങൾ വകവെച്ച് തരാം, നീ കാര്യത്തിൽ നിന്ന് പിന്മാറണം. ഒരു വിശ്വാസം പറയും, എന്റെ ആവശ്യം അതൊന്നല്ല, എന്നെ അല്ലാഹു സുബ്ഹാനഹു തആല ദൂതനായി നിയോഗിച്ചു. എന്താണോ എന്നോട് നിങ്ങളെ പഠിപ്പിക്കാൻ പറഞ്ഞത് അത് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്ക് പണവും വേണ്ട, സമ്പത്തും വേണ്ട. അപ്പൊ മക്കയിലെ മുശ്രിക്കുകൾ പറയും, എങ്കിൽ നീ പറയുന്നത് ഞങ്ങൾ വിശ്വസിക്കണം എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ഓല് പറയും, നമ്മളെ നാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ മലകൾ കൊണ്ട് നിറഞ്ഞതാണ്, ആകെ ഇടുങ്ങിക്കാണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. മക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മലകൾക്കിടയിലുള്ള ഒരു താഴ്വരയാണ്. അപ്പോൾ നമ്മുടെ നാട് ഇടുങ്ങിയിട്ടാണ് നമ്മൾ ഇവിടെ ജീവിക്കുന്നത്. സാമ്പത്തികമായി നമ്മൾ പലപ്പോഴും മറ്റുള്ള നാട്ടിലുള്ള ആളുകളെക്കാൾ പിറകിലാണ്. നീ ദൂതനാണ് എങ്കിൽ ഈ പർവ്വതം ഒന്ന് ഇവിടുന്ന് ഒന്ന് ചലിപ്പിച്ച് ഞങ്ങൾക്ക് ഇവിടുന്ന് ഇങ്ങനെ ഒഴിവാക്കി തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കാം. അതുപോലെ തന്നെ സൊഫാ കുന്ന് സ്വർണമാക്കിയാൽ ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കാം. ഭൂമിക്ക് കുറച്ച് വിശാലത നൽകിയാൽ ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കാം. ഇതൊക്കെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഇന്നതിനൊന്നും വേണ്ടിയിട്ടല്ല നിയോഗിച്ചത്. ഇവിടുന്ന് മല എടുത്ത് മാറ്റാനോ, അല്ലെങ്കിൽ ഇവിടുത്തെ ഭൂമി വിശാലമാക്കാനോ, അല്ലെങ്കിൽ സൊഫാ കുന്ന് സ്വർണമാക്കാനോ ഒന്നല്ല എന്നെ അള്ളാഹു നിയോഗിച്ചിട്ടുള്ളത്. എന്നെ അള്ളാഹു നിയോഗിച്ചത് നിങ്ങൾക്കൊരു സന്ദേശം എത്തിക്കുവാനാണ്. അത് ഞാൻ നിങ്ങൾക്ക് എത്തിക്കുന്നുണ്ട്. അതുപോലെ പിന്നെയുള്ള ആവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, വഖാലു ലൻ നുഅ്മിന ലക ഹത്താ തഫ്ജുറ ലനാ മിനൽ അർളി യംബുഅ. ഷാമിലും ഇറാഖിലുമൊക്കെ ഒരുപാട് നദികളും ഒരുപാട് പുഴകളുമുണ്ട്. ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കണമെങ്കിൽ അതുപോലെയുള്ള അരുവികളും പുഴകളും ഞങ്ങൾക്ക് മക്കത്തും കിട്ടണം. എന്നാ ഞങ്ങൾ വിശ്വസിക്കാം. അത് നിന്നാൽ കിട്ടണം. ഔ തകൂന ലക ജന്നത്തും മിൻ നഖീലിൻ വഇനബിൻ. അല്ലെങ്കിൽ നിനക്ക് മുന്തിരിയുടെയും അതുപോലെ തന്നെ ഈത്തപ്പനയുടെയും തോട്ടങ്ങൾ അള്ളാഹു നിന്റെ റബ്ബ് ഒരുക്കി തരട്ടെ. ഫതുഫജ്ജിറൽ അൻഹാറ ഖിലാലഹാ തഫ്ജീറ. എന്നിട്ട് ആ തോട്ടത്തിന്റെ ഇടയിൽ നല്ല അരുവിയും അള്ളാഹു സുബ്ഹാനഹു തആല നിനക്ക് ഒരുക്കി തരട്ടെ. നീ ദൂതനല്ലേ, നിന്റെ ദൈവം അത് ചെയ്തു തരില്ലേ, അള്ളാഹു നിനക്കത് ചെയ്തു തരൂലേ, എന്നാ ഞങ്ങൾ വിശ്വസിക്കാം.
ഇതും ചെയ്യാൻ പറ്റൂലേ? ഔ തുസ്ഖിത السماء كما زعمت علينا كسفا ഔ تأتي بالله والملائكة قبيلا. അല്ല, ഇതും എനിക്ക് ചെയ്യാൻ പറ്റൂല എന്നുണ്ടെങ്കിൽ ആകാശത്ത് നിന്ന് നീ പറയുന്ന ശിക്ഷ ഉണ്ടല്ലോ, സമൂത് ഗോത്രത്തിന് വന്ന ശിക്ഷ, ആദ് ഗോത്രത്തിന് വന്ന ശിക്ഷ, ആ ശിക്ഷ ഞങ്ങളിലേക്ക് ഇങ്ങോട്ട് വന്നോട്ടെ. ഏതെങ്കിലും ഒന്ന് നടക്കണല്ലോ. അല്ലെങ്കിൽ ഔ തഅതിയ ബില്ലാഹി വൽ മലായികതി ഖബീല, അല്ലെങ്കിൽ അള്ളാഹനെ ഇങ്ങോട്ട് കൊടുന്ന് കാണിക്കുക, മലക്കോൾ ഇങ്ങോട്ട് കൊടുന്ന് കാണിക്കുക, ഞങ്ങളെ കണ്ണോണ്ട് കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കാം. ഔ യകൂന ലക ബൈത്തും മിൻ സുഖ്റുഫിൻ, അല്ലെങ്കിൽ നല്ല ആഡംബരമായ ഒരു വീട് നിനക്ക് നിന്റെ റബ്ബിനോടൊന്ന് ഒരുക്കി തരാൻ പറയും. നീ ഞങ്ങളിൽ പെട്ട സാധാരണക്കാരനായ ഒരു പാവപ്പെട്ട ഒരാളാണല്ലോ, എങ്കിൽ നീ റബ്ബിന്റെ ദൂതനാണ് എങ്കിൽ നിനക്ക് നല്ല വിലപിടിപ്പുള്ള ഒരു വീട് ഒരുക്കി തരട്ടെ. ഔ തർഖാ ഫിസ് സമാഇ വലൻ നുഅ്മിൻ ലിറുഖിയിക ഹത്താ തുനസ്സില അലൈനാ കിതാബൻ നഖറഉ, അല്ലെങ്കിൽ ഇവിടുന്ന് ഭൂമിയിൽ നിന്ന് ഒരു കോണി ആകാശത്തേക്ക്, എന്നിട്ട് ആ കോണി ഇങ്ങനെ കയറി പോവാ, എന്നിട്ട് അവിടുന്ന് അള്ളാഹിന്റെ അടുത്തുനിന്ന് ഒരു വേദഗ്രന്ഥം വാങ്ങിയിട്ട് തിരിച്ച് അതേപോലെ ഇങ്ങോട്ട് ഇറങ്ങി വരാം, എന്നിട്ട് ആ കിതാബ് ഞങ്ങൾക്ക് കാണിച്ചു തന്നാൽ ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കാം ഒക്കെ കളിയാക്കിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനാ വരുന്നത്? ഇവരിതൊന്ന് വിശ്വസിച്ചിരുന്നുവെങ്കിൽ എന്നെ ഇവര് വിളിക്കുന്നത് ഇവർക്ക് സത്യം മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിച്ചുകൊണ്ടാണ് ഇവരുടെ അടുത്തേക്ക് ഓടി വരുന്നത്. പക്ഷെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിഹസിക്കുകയാണ്. എത്രത്തോളം ഇതൊക്കെ കഴിഞ്ഞു പോകുമ്പോഴും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ സങ്കടപ്പെട്ടുകൊണ്ടാണ് തൻ്റെ വീട്ടിലേക്ക് മടങ്ങിയിരുന്നത് എന്ന്. അപ്പൊ അള്ളാഹു ആയത്തിറക്കണം, പ്രവാചകരെ ലഅല്ലക ബാഖിഉൻ നഫ്സക അല്ലാ യകൂനു മുഅ്മിനീൻ, ഓല് വിശ്വസിക്കാത്തതിന്റെ പേരിൽ നിങ്ങളുടെ ജീവൻ തന്നെ നിങ്ങൾ നശിപ്പിച്ചേക്കുമോ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അങ്ങനെ നശിപ്പിക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം. ഓല് വിശ്വസിക്കാത്തതിന്റെ പേരിൽ പ്രവാചകരെ താങ്കൾ പ്രയാസപ്പെടേണ്ട ആവശ്യമില്ല, താങ്കൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്. അപ്പൊ ആയത്തിന്റെ അർത്ഥം മനസ്സിലായില്ലേ? ആയത്തിന്റെ അർത്ഥം മനസ്സിലായ? ആരൊന്ന് ഓതുക? ബാക്കിലേക്കോട്ടെ. ആരെങ്കിലും ഒരാള് ആദ്യത്തെ ആയത്ത് മതി. ആദ്യത്തെ ഓക്കെ. ഇനി അടുത്ത ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയണം. അപ്പൊ ഇതൊക്കെ ഞാൻ പറഞ്ഞ തുടക്കത്തിലെ കാര്യങ്ങളെ ഓർമ്മയിൽ വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങേയറ്റം പരിഹസിക്കുന്ന ഘട്ടത്തിലാണ്, മുശ്രിക്കുകൾ പരിഹസിക്കുന്ന ഘട്ടത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്ത് ഇറക്കുന്നത്. ശേഷം അള്ളാഹു പറയാണ്, വ ഇന്നശ നുനസ്സിൽ അലൈഹിം മിനസ് സമാഇ ആയതൻ ഫളല്ലത് അഅനാഖുഹും ലഹാ ഖാദിഈൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വ ഇന്നശ, നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ, വ ഇന്നശ, നാം ഉദ്ദേശിക്കുകയാണ് എങ്കിൽ, നുനസ്സിൽ അലൈഹിം, നാം അവരിലേക്ക് ഇറക്കുമായിരുന്നു, മിനസ് സമാഇ, ആകാശത്ത് നിന്ന്, ആയത്തൻ, ഒരു ദൃഷ്ടാന്തത്തെ ഇറക്കുമായിരുന്നു. ഫളല്ലത് അഅനാഖുഹും, ആ ദൃഷ്ടാന്തം അങ്ങ് ഇറക്കിയാൽ, ഫളല്ലത് അഅനാഖുഹും, മുശ്രിക്കീങ്ങളിൽപ്പെട്ട അവരുടെ പ്രമാണിമാർ, അവർ ആ ദൃഷ്ടാന്തത്തിന് കീഴൊതുങ്ങുമായിരുന്നു. അല്ലെങ്കിൽ മുശ്രിക്കുകൾ എല്ലാവരും അവരുടെ പിരടി താഴ്ത്തിക്കൊണ്ട്, പിരടി കുനിച്ചുകൊണ്ട് ആ ദൃഷ്ടാന്തത്തിന് കീഴൊതുങ്ങുമായിരുന്നു. ലഹാ ഖാദിഈൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം, അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങാനും ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ആകാശത്ത് നിന്ന് ഒരു നക്ഷത്രത്തെ അവരുടെ തലക്കു മീതെ നിർത്തിക്കൊണ്ട്, അവരുടെ ജീവന് ഭീഷണിയാണ് എന്ന് വരുത്തിക്കൊണ്ട്, വിശ്വസിക്കടാ, നിർബന്ധമായും വിശ്വസിക്കടാ എന്ന് അള്ളാഹുവിന് ഇവരെ കൊണ്ടൊക്കെ പറയിപ്പിക്കാമായിരുന്നു. അത്തരത്തിലുള്ള ദൃഷ്ടാന്തം അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മുശ്രിക്കീങ്ങൾക്ക് നൽകാമായിരുന്നു.
നിർബന്ധിപ്പിച്ച് ഇസ്ലാം സ്വീകരിപ്പിക്കാം. അള്ളാഹു ഉദ്ദേശിച്ചാൽ അതൊക്കെ നടക്കൂലേ? നടക്കുമായിരുന്നു. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല അതൊന്നും ഉദ്ദേശിക്കുന്നില്ല. ഇസ്ലാം സ്വീകരിക്കുന്ന ആളുകൾക്ക് ഇസ്ലാം സ്വീകരിക്കാം. അത് പാവപ്പെട്ടവരാകട്ടെ, പണക്കാരനാകട്ടെ, നേതാവാകട്ടെ, അടിമയാകട്ടെ, ഇഷ്ടമുള്ളവർക്ക് ഇസ്ലാം സ്വീകരിക്കുവാനുള്ള ഒരു സ്വാതന്ത്ര്യം അള്ളാഹു സുബ്ഹാനഹു വ തആല വകവെച്ച് നൽകി എന്നാണ്. അപ്പൊ അള്ളാഹ് പറയാണ്, ഇവര് പ്രവാചകരെ താങ്കൾ ഇങ്ങനെ കളിയാക്കുന്നുണ്ട്, താങ്കളെ കളിയാക്കുന്നുണ്ട്. അവരൊക്കെ വിശ്വസിക്കാത്തതിൽ പ്രവാചകരെ താങ്കൾക്ക് വിഷമവുമുണ്ട്. താങ്കളുടെ ജീവിതത്തിന് വരെ താങ്കൾ ജീവിതത്തെ നശിപ്പിക്കുമെന്ന സാഹചര്യം വന്നിരിക്കുന്നു. അതുകൊണ്ട് പ്രവാചകരെ, അള്ളാഹു എങ്ങാനും ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഇവരെ എല്ലാവരെയും ഇസ്ലാമിന്റെ ആളുകളാക്കാൻ അള്ളാഹുവിന് കഴിയുമായിരുന്നു. അത്തരത്തിലുള്ള ദൃഷ്ടാന്തം കൊണ്ടുവരുവാൻ അള്ളാഹുവിന് കഴിയുമായിരുന്നു. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും തന്നെ നിർബന്ധിപ്പിച്ച് ഒരാളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നില്ല. ലാ ഇക്റാഹ ഫിദ്ദീൻ. ദീനിൽ ഒരിക്കലും തന്നെ ബലപ്രയോഗമില്ല. ദീൻ മനസ്സിലാക്കി അതിനെ സ്വീകരിക്കേണ്ട ആളുകൾക്ക് സ്വീകരിക്കാം, അല്ലാത്തവർക്ക് ഇസ്ലാമിൽ നിന്ന് വിട്ടുനിൽക്കാം എന്നാണ് ഇസ്ലാം പരിചയപ്പെടുത്തുന്നത്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള ഒരു ദൃഷ്ടാന്തം ഇറക്കുവാൻ ഞാൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവരെല്ലാവരും ഇസ്ലാം സ്വീകരിക്കും. അങ്ങനെ ഇസ്ലാം സ്വീകരിച്ചിട്ട് കാര്യമുണ്ടോ? അങ്ങനെ ഇസ്ലാം സ്വീകരിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. നിർബന്ധമായി അവര് കുടുങ്ങിയ അവസ്ഥയിൽ ഇസ്ലാം സ്വീകരിച്ചുകൊണ്ട് കാര്യമില്ല. ഇപ്പൊ ഫിറോൻ എങ്ങനെ മരണപ്പെടുന്നത്? ഫിറോൻ മരണപ്പെടുന്നത് എങ്ങനെ? വെള്ളത്തിൽ മുങ്ങിയിട്ട് എന്ത് പറഞ്ഞിട്ടാ? ഇന്നി ആമൻതു ബിറബ്ബി ഹാറൂന വ മൂസന്റെയും ഹാറൂന്റെയും അലൈഹിമസ്സലാം അവരുടെ അള്ളാഹുവിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഫിർഔൻ മരിക്കുന്നത്. ഓനക്ക് അവൻ്റെ ആ വർത്താനം എന്തെങ്കിലും ഉപകരിച്ചോ? ഇല്ല. അത് കുടുങ്ങി പറഞ്ഞതാണ്. അവസാന സമയത്ത് റൂഹ് ഹൽക്കിലെത്തിയപ്പോൾ ഇനി രക്ഷപ്പെടൂലെന്ന് ഉറപ്പായപ്പോ അവിടെ നിന്ന് പറഞ്ഞതാണ് എന്ത്? ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന്. ഓൻ്റെ ആ വിശ്വാസം അവന് ഉപകാരപ്പെട്ടില്ല. അതിൻ്റെ മുമ്പ് 10 ദൃഷ്ടാന്തങ്ങൾ അവൻ അള്ളാഹു കാണിച്ചു കൊടുത്തിട്ടുണ്ട്. 10 ദൃഷ്ടാന്തങ്ങൾ. അവരുടെ നാട്ടിൽ തവളകൾ കൂടി നേരെ മൂസാ നബിൻ്റെ അടുത്തേക്ക് വരും. എൻ്റെ റബ്ബിനോടൊന്ന് പറയും ഈ തവളകളൊന്ന് ഇവിടുന്ന് പോവാൻ പ്രാർത്ഥിക്കാൻ. അപ്പോൾ മൂസാ നബി പ്രാർത്ഥിക്കും, അള്ളാഹു ആ തവളകളെ ഇല്ലാതാക്കും. പിന്നീട് ചെള്ളിനെ കൊടുത്തു. ആകെ ചെള്ള്. പാത്രം തുറന്നാലും വീട്ടിലേക്ക് പോകുമ്പോഴൊക്കെ ചെള്ള്. മൂസാ നബിനെ വിളിച്ചിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. മൂസാ നബി പ്രാർത്ഥിച്ചു, അള്ളാഹ് അത് മാറ്റിക്കൊടുത്തു. ഇതൊക്കെ കണ്ടീഷൻ എന്താ? പ്രാർത്ഥിച്ച് ശരിയായാൽ ഞങ്ങൾ വിശ്വസിക്കാന്നാണ്. പിന്നെ ചോര, പുഴയും കിണറൊക്കെ ചോര കളറ്, ചുവപ്പ് കളറ്. അത് മൂസാ നബിനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അതിനെ പ്രാർത്ഥിച്ചു, മാറ്റിക്കൊടുത്തു. ഇങ്ങനെ അതേപോലെ തന്നെ ജറാദുകൾ, വെട്ടുകിളികൾ, വാതിലുകളൊക്കെ കരണ്ട് തിന്നു എന്നാണ്. അങ്ങനെ ഇടങ്ങാറ, ഇരുമ്പ് വരെ ആ ജറാദ് കരണ്ട് നിന്നിരുന്നു എന്നാണ്. അങ്ങനെ ഇടങ്ങാറായി. മൂസാ നബിനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഇങ്ങനെയൊക്കെ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ ഫിറഔന്റെ മുന്നിൽ ഇങ്ങനെ കാണിച്ചു കൊടുത്തു. വേണ്ട, ആ കടല് പിളർന്നതും അവൻ കണ്ടില്ലേ? ഒരു വടി അടിച്ചപ്പോ കടല് പിളർന്നു. എന്നിട്ട് അതിൽ കൂടി പോകുമ്പോഴാണല്ലോ ഇപ്പൊ മുങ്ങിയത്. അപ്പോൾ അങ്ങനെയേറെ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുത്തിട്ട് വിശ്വസിക്കാത്ത ഒരാൾ അവസാനം കുടുങ്ങിയപ്പോ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനത്തെ വിശ്വാസം കൊണ്ട് യാതൊരു കാര്യമില്ല. നമ്മൾ ഇഷ്ടപ്പെട്ട് താല്പര്യപ്പെട്ട് ഇസ്ലാം സ്വീകരിക്കണം. പല ആളുകളും നാട്ടിലാകട്ടെ അല്ലാത്തപ്പോഴാകട്ടെ ദീനിനോടൊന്നും കൂറില്ല. ദീന് പഠിക്കാനും അല്ലെങ്കിൽ നമസ്കാരം നിലനിർത്താനും സക്കാത്ത് കൊടുക്കാനും നോമ്പനുഷ്ഠിക്കാനും ഒന്നും ഒരു കൂറില്ല. ഒരു ഉള്ളില് പുറമേ മുസ്ലിമാണ്, ഉള്ളില് ഇസ്ലാമിനോടൊന്നും ഒരു ബോധമില്ല. ഇസ്ലാമിനെ കുറിച്ചൊരു ബോധമില്ല. ഉള്ളിലോ മുസ്ലിം അല്ല. പക്ഷെ അവന് മുസ്ലിമാണെന്ന് പറഞ്ഞിങ്ങനെ നടക്കും. പെണ്ണെട്ടാനും അതേപോലെ തന്നെ നാട്ടുകാർ അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണ്, വീട്ടുകാർക്ക് പ്രശ്നമാണ് എന്നൊക്കെ അറിഞ്ഞതുകൊണ്ട് പുറമെ ഇങ്ങനെ മുസ്ലിമാണെന്ന് പറഞ്ഞ് നടക്കും. അങ്ങനത്തെ ഇസ്ലാം കൊണ്ട് യാതൊരു കാര്യവുമില്ല എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അപ്പൊ അള്ളാഹ് പറയാണ്,
നാം എങ്ങാനും ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവരെല്ലാവരും വിശ്വസിക്കും എന്നുറപ്പുള്ള അത്രയും ഗൗരവകരമായ ഒരു ദൃഷ്ടാന്തത്തെ അവർക്ക് കാണിച്ചു കൊടുക്കുമായിരുന്നു, അവരിലേക്ക് ഇറക്കുമായിരുന്നു. ഫവല്ലത് അനാഖുഹും ലഹാ ഖാദിഈൻ. അതാണ്ട് ഇറക്കി കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരും വിശ്വസിക്കുന്ന അവസ്ഥ വരുമായിരുന്നു. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ഉദ്ദേശിക്കുന്നില്ല. അതാണ് ആയത്തിന്റെ വിശദീകരണം. ശേഷം അല്ലാഹു പറയാണ്, വമാ യഅതീഹിം മിൻ ദിക്രിൻ മിനർ റഹ്മാനി മുഹ്ദസിൻ ഇല്ലാ കാനൂ അൻഹു മുഅരിദീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിലേക്ക് ഏത് ആയത്തുകൾ ഇറക്കിയാലും, വിശുദ്ധ ഖുർആനിന്റെ ഏത് വചനങ്ങൾ അവരിലേക്ക് ഇറക്കിയാലും അത് തിരിഞ്ഞു നടക്കുക എന്നതായിരുന്നു അവരുടെ സ്വഭാവം. ഇപ്പൊ മുശ്രിക്കുകളുടെ പല വിഷയത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കിയിട്ടുണ്ട്. അബൂലഹബിന്റെ വിഷയത്തിൽ അള്ളാഹു ആയത്തിറക്കി. ഓൻ പേടിക്കല്ല ചെയ്തത്, ഓന്റെ ധിക്കാരം കൂടുക ചെയ്തത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അതിക്രമം അവൻ അധികരിപ്പിക്കുകയാണ് ചെയ്തത്. അബൂലഹബിന്റെ ഭാര്യ കൂടുതലായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ദ്രോഹിക്കുകയാണ് ചെയ്തത്. അപ്പൊ ഇസ്ലാമിലെ ഏത് വചനങ്ങൾ, ഖുർആനിന്റെ ഏത് വചനങ്ങൾ ഇറങ്ങിയാലും ഇല്ലാ കാനൂ അൻഹു മുഅരിദീൻ, ആ ഖുർആനിക വചനങ്ങളെ തൊട്ട് പിന്തിരിഞ്ഞ് കളയുക എന്നത് ഇവരുടെ ഒരു സ്വഭാവമായിരുന്നു. എന്ത് തന്നെ കേട്ടാലും, അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് എന്ത് തന്നെ നിർദ്ദേശങ്ങൾ വന്നു കഴിഞ്ഞാലും അവർ അതൊന്നും ചെവി കൊള്ളുവാനോ അതിന് കീഴ്പ്പെടുവാനോ തയ്യാറായിരുന്നില്ല എന്നാണ് ചരിത്രം സൂചിപ്പിക്കുന്നത്. വമാ യഅതീഹിം, അവരിലേക്ക് എത്തുന്നില്ല, മിൻ ദിക്രിൻ, അള്ളാഹുവിൽ നിന്നുള്ള ഏതൊരു ഉത്ബോധനവും, മിനർ റഹ്മാൻ, റഹ്മാനായ റബ്ബിൽ നിന്ന് ഏതൊരു ഉത്ബോധനവും അവരിലേക്ക് എത്തുന്നില്ല, മുഹ്ദസിൻ, പുതുതായി. വിശുദ്ധ ഖുർആനിന്റെ പുതിയ വചനങ്ങൾ ഇറങ്ങുമ്പോഴെല്ലാം ഇല്ലാ കാനൂ അൻഹു മുഅരിദീൻ, അവർ ആ വചനങ്ങളോട് മോട്ട് കാണിക്കുക, തിരിഞ്ഞു കളയുക എന്ന സ്വഭാവമാണ് അവർ അവരുടെ ജീവിതത്തിൽ ചെയ്തിരുന്നത്. ഹൃദയം കൊണ്ടും തിരിഞ്ഞു കളയും, അവരുടെ ശരീരം കൊണ്ടും തിരിഞ്ഞു കളയും. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞില്ലേ, സത്യം പറഞ്ഞു കൊടുക്കുമ്പോൾ ചെവിന്റെ ഉള്ളിക്ക് വിരല് തിരികെ കയറ്റി എന്നാണ് പറഞ്ഞത്. എന്തിന്? ഞങ്ങൾക്ക് കേൾക്കണ്ട, ഈ പറഞ്ഞത് ഞങ്ങൾക്ക് കേൾക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ വചനങ്ങളോട് തിരിഞ്ഞു കളയുക എന്ന സ്വഭാവമാണ് കാഫിറുകൾക്ക് ഏത് കാലവും ഉണ്ടായിട്ടുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലും ഇതുപോലെയുള്ള കാര്യങ്ങളാണ് സത്യനിഷേധികളിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. ആരാണ് ആയത്ത് നോക്കുക? അനാഖ് പറഞ്ഞ എന്താ? പിരടികൾ. ഉനുഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിരടി, അനാഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിരടികൾ. അപ്പോ ചില പണ്ഡിതന്മാർ പറയണം, പിരടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് രണ്ടർത്ഥമുള്ളത്. ഒന്ന് നമ്മളൊക്കെ ഈ പറയുന്ന പിരടി, രണ്ടാമത്തത് നേതാക്കന്മാർ എന്നതിന് അറബി ഭാഷയിൽ അത് പ്രയോഗിക്കലുണ്ട്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു ദൃഷ്ടാന്തം ഇറക്കിയാൽ അവരെ നേതാക്കന്മാർ ഇസ്ലാം സ്വീകരിക്കാത്ത പ്രശ്നം അതാണ്. വലീദ് ഇബ്നു മുഗീറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് പോയി വിശുദ്ധ ഖുർആനിക വചനങ്ങൾ കേട്ടപ്പോൾ ഒരു ഇളക്കുണ്ടായി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ അടുത്ത് നിന്ന് ഖുർആൻ കേട്ടു, അപ്പോൾ ഒരു ഇളക്കുണ്ടായി. വലീദ് ഇബ്നു മുഗീറന്റെ പ്രത്യേകത എന്താ? നാട്ടിൽ നല്ല സ്ഥാനമുള്ള ആളായി. ഈ കഅബ പുതുക്കി പണിയണം. അത് കഅബ പുതുക്കി പണിയുമ്പോൾ എല്ലാവർക്കും പേടി. അതെന്താ? കഅബമ്മ തൊട്ടാൽ എന്തെങ്കിലും പരീക്ഷണങ്ങൾ വരുമെന്ന് പേടി. പുതുക്കി പണിയുക എന്നുള്ള നല്ല നിയ്യത്തിലാണ്. അബ്രഹത്തും കൂട്ടരും പൊളിക്കാൻ വേണ്ടി വന്നപ്പോൾ ഓനെ അള്ളാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ചു വിട്ടു. 60,000-ഓളം വരുന്ന സൈന്യത്തെയും നശിപ്പിച്ചു വിട്ടു. അപ്പൊ എല്ലാവർക്കും പേടി, പുതുക്കി പണിയുന്നുണ്ടെങ്കിൽ ഉള്ളത് പൊളിക്കണമല്ലോ. അങ്ങനെ കഅബയുടെ ഒരു കല്ല് എടുത്തു മാറ്റാനും പൊളിക്കുവാനും എല്ലാവർക്കും പേടി. അപ്പൊ ഓലെ നേതാവായ വലീദ് ഇബ്നു മുഗീറ മുന്നേക്ക് നിന്നിട്ട് എന്ത് ചെയ്തു? ആട് പൊളിച്ചു, ജസ്റ്റ് ഒന്ന് പൊളിച്ചു. എന്നിട്ട് ആള് വീട്ടിൽ പോയി കിടന്നുറങ്ങി. പിറ്റേ ദിവസം ആൾക്കൊരു പ്രശ്നമില്ല എന്ന് കണ്ടപ്പോഴാണ് ബാക്കി പിന്നെ മുശ്രിക്കീങ്ങൾ ബാക്കിയുള്ള കഅബ പൊളിച്ചത്. അപ്പൊ എന്ത് കാര്യത്തിനും അവരുടെ
ടീമിൽ മുന്നോട്ട് വരുന്ന ഒരാളാണ് ആര്? വലീദ് ബിൻ മുഗീറ. അപ്പൊ ഈ വലീദ് ബിൻ മുഗീറ ഖുർആൻ കേട്ടപ്പോൾ ഒരു ചെറിയൊരു ഇളക്കുണ്ടായപ്പോൾ എല്ലാവർക്കും ഭയങ്കര ടെൻഷൻ. കാരണം എന്താ? വലീദ് ബിൻ മുഗീറ എങ്ങാനും ഇസ്ലാം സ്വീകരിച്ച എല്ലാ യുവാക്കളും ഇസ്ലാം സ്വീകരിക്കും. മക്കയിലുള്ള ഒരുപാട് പേര് ഇസ്ലാം സ്വീകരിക്കും. അപ്പൊ അബൂജഹൽ വിളിപ്പിച്ചു. എന്നിട്ട് അബൂജഹൽ തിരിപ്പിച്ച് കളഞ്ഞു എന്നാണ് ചരിത്രം. ഇന്നഹു ഫക്കറ വഖദ്ദർ ഫഖുതില കൈഫ ഖദ്ദർ തുടങ്ങിയ സൂറത്തുൽ മുദ്ദസിറിന്റെ ആയത്തുകൾ അവന്റെ വിഷയത്തിലാണ് ഇറക്കിയത് എന്ന് വിശുദ്ധ ഖുർആനിന്റെ വിശദീകരണത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ശേഷമുള്ള ആയത്തിൽ അള്ളാഹു പറയാണ്, ഫഖദ് കദ്ദബു ഫസയതീഹിം അംബാഉ മാ കാനൂ ബിഹി യസ്തഹസിഊൻ. ഫഖദ് എന്ന് പറഞ്ഞാൽ എന്താ? ഖദ് എന്താ? ഖദ് എന്ന് പറഞ്ഞാൽ എന്താ? അല്ല, അത് ഖദ് എന്നത് ഫിഉൽ മുദാരിന്റെ കൂടെ ഒക്കെ വരുമ്പോഴാണ്. അതല്ല, നടന്നേക്കാം, ചെയ്തേക്കാം. അതെ, തഅക്കീദിന് വേണ്ടിയിട്ടാണ്. തീർച്ചയായും ഫഖദ് തീർച്ചയായും കദ്ദബു. കദബ പറഞ്ഞാൽ എന്താ? കദബ മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫല്യതബവ്വ മഖഅദഹു മിനൻ നാർ. ആരെങ്കിലും എന്റെ പേരിൽ അറിഞ്ഞുകൊണ്ട് കളവ് പറഞ്ഞാൽ ഓന്റെ നരകത്തിൽ ഓന്റെ സീറ്റ് ഉറപ്പാക്കിക്കൊള്ളട്ടെ. കദബ പറഞ്ഞാൽ എന്താ? കളവ് പറയാം. പക്ഷെ കദ്ദബ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ? കദ്ദബ കളവാക്കുക. കദബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളവ് പറയുക. കദ്ദബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളവാക്കുക എന്നർത്ഥമാണ്. അപ്പൊ ഫഖദ് കദ്ദബു, മക്കയിലെ മുശ്രിക്കുകൾ ഇതാ കളവാക്കിയിരിക്കുന്നു. ഫസയതീഹിം, യഅതി എന്ന് പറഞ്ഞാൽ എന്താ? വരും. അപ്പൊ സ എന്തിനു ഉപയോഗിക്കല്? ഫസയതീഹിം. എന്തിനു ഉപയോഗിക്കല്? അതെ, ഈ ഭാവിയിൽ വരും എന്നുള്ളതിന്. ഫസയതീഹിം, അവരിലേക്ക് വരും. അംബാഉ, ചില വാർത്തകൾ. മാ കാനു, അംബാഉ വാർത്തകൾ. മാ എന്തിന്റെ വാർത്തകൾ? കാനൂ ബിഹി, ആ വാർത്തകളെ തൊട്ട് ഇവരായിരുന്നു യസ്തഹസിഊൻ, പരിഹസിക്കുന്നവരായിരുന്നു. അപ്പൊ മുഹമ്മദ് നബിനെ എന്തൊക്കെ പറഞ്ഞിട്ട് കളിയാക്കല്? എന്നാ ഈ പറയുന്ന ശിക്ഷ ഒന്ന് വന്നോട്ടെ. അല്ലെങ്കിൽ ഈ പറയലുണ്ടല്ലോ, മുസ്ലിമീങ്ങൾ പരാജയപ്പെടുത്തുന്നു, മുശ്രിക്കുകളെ പരാജയപ്പെടുത്തും, മുസ്ലിമീങ്ങൾക്ക് അധികാരം കിട്ടും എന്നൊക്കെ നീ പറയാറുണ്ടല്ലോ, അന്തിമമായ വിജയം മുസ്ലിമീങ്ങൾക്കാണ് എന്ന് പറയാറുണ്ടല്ലോ. അങ്ങനൊക്കെ ഈ പറഞ്ഞ് ഞങ്ങളെ നെട്ടിക്കലുണ്ട്. എന്നാ കാര്യം നടക്കട്ടെ എന്ന് മക്കയിലെ മുശ്രിക്കുകൾ പറയാറുണ്ട്, അതിനെ പരിഹസിക്കാറുണ്ട്. അപ്പോ അങ്ങനെയുള്ള കാര്യങ്ങൾ അവർക്ക് വരുന്നത് കാണാൻ സാധിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. ഫഖദ് കദ്ദബു, തീർച്ചയായും അവര് കളവാക്കി. ഫസയതീഹിം, അവരിലേക്ക് വരിക തന്നെ ചെയ്യും. അംബാഉ, വർത്തമാനങ്ങൾ വരും. നമ്മൾ പറയില്ലേ, വിവരം അറിയിട്ടോ എന്ന് അറിയില്ലേ? കുറച്ചു വിവരം അറിയിട്ടോ, ആ വിവരം വരും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഫഖദ് കദ്ദബു, അവർ തീർച്ചയായും കളവാക്കിയിരിക്കുന്നു. ഫസയതീഹിം, അവരിലേക്ക് വരും. അംബാഉ മാ കാനൂ ബിഹി യസ്തഹസിഊൻ, അവർ എന്തിനെ തൊട്ടാണോ പരിഹസിച്ചിരുന്നത് ആ വാർത്ത അവരിലേക്ക് വരിക തന്നെ ചെയ്യും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് കാണാൻ സാധിക്കും. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, എന്താ പറയുന്നത്? ഫഖദ് കദ്ദബു, അവർ ഇതാ കളവാക്കിയിരിക്കുന്നു. ഫസയതീഹിം, അവരിലേക്ക് വരും. അംബാഉ മാ, ഒരു കാര്യത്തിന്റെ വിവരം, വർത്തമാനം അവരിലേക്ക് വരിക തന്നെ ചെയ്യും. കാനൂ ബിഹി, ആ കാര്യങ്ങളെ അവർ ആക്കിയവരായിരുന്നു. യസ്തഹസിഊൻ, കളിയാക്കുന്നവരായിരുന്നു, പരിഹസിക്കുന്നവരായിരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. ഇപ്പൊ മക്കയിലെ മുശ്രിക്കുകൾ എങ്ങനെയാണ് പരിഹസിച്ചിരുന്നത് എന്ന് ഞാൻ പറഞ്ഞല്ലോ. എങ്ങനെയാണ്? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് നടത്തിക്കാട്ട്, അരുവി ഇതൊക്കെ ഒന്ന് ഒഴുക്കിക്കാട്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിഹസിച്ചിരുന്നത്. മദീനയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നേരിട്ട ഏറ്റവും വലിയ പരിഹാസം അത് മുനാഫിഖുകളിൽ നിന്നാണ്. ഒരു പക്ഷേ
മക്കയിലെ മുശ്രിക്കുകളിൽ നിന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നേരിട്ട പരിഹാസങ്ങളെക്കാൾ, പ്രയാസങ്ങളെക്കാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുഭവിച്ച പ്രയാസം അത് മദീനയിൽ നിന്നായിരിക്കും. പ്രവാചകനെ ടാർഗറ്റ് ചെയ്ത് പ്രവാചകന്റെ അഭിമാനം വ്രണപ്പെടുത്തുവാൻ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിന്റെ അഭിമാനം വ്രണപ്പെടുത്തുവാൻ തക്കം നോക്കി നിന്നിരുന്ന ആളുകളായിരുന്നു മദീനയിലെ മുനാഫിഖുകൾ. ഒറ്റ ചരിത്രം മാത്രം നോക്കിയാൽ മതി. ഹാദിസത്തുൽ ഇഫ്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നി ആയിഷ റളിയല്ലാഹു അൻഹ വ്യഭിചാരിണിയാണ് എന്ന് പറഞ്ഞല്ലോ. ഗസ്വത്തുൽ മുറൈസിയ, ഗസ്വത്തു ബനിൽ മുസ്തലിഖ് എന്ന് പറയുന്ന യുദ്ധം, ആ യുദ്ധത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൈന്യത്തെയും കൂട്ടിപ്പോയി. കൂട്ടത്തിൽ ആരെയും കൂട്ടി? ആയിഷ റളിയല്ലാഹു അൻഹയും കൂട്ടി. തിരിച്ചു വരുമ്പോ മാല കാണാതായി. ആയിഷ റളിയല്ലാഹു അൻഹ അത് തെരഞ്ഞു പോയി. തിരിച്ചു വന്നപ്പോഴേക്കും ആളുകള്, സൈന്യം മൊത്തം പോയിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഞാൻ തടിയില്ലാത്ത ആളേന്ന്. അപ്പോൾ ഹൗദജിലാണ്, നമ്മളെന്താ പറയാ, പല്ലക്കോ, അതിലാണ് ആയിഷ റളിയല്ലാഹു അൻഹനെ കയറ്റിക്കൊണ്ടുപോവുക. അപ്പോൾ ആള് കയറിയിരുന്നാലും ഇരുന്നില്ലെങ്കിലും ഒരേപോലെയാണ് അതിന് വെയിറ്റ്. അപ്പോൾ ബല് എടുത്തപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ആളില്ല എന്ന് മനസ്സിലായില്ല. കാരണം വെയിറ്റ് തമ്മിൽ വലിയ വ്യത്യാസമില്ല. അങ്ങനെ ഓല് എടുത്തു പോയിന്നാണ്. എടുത്തു പോയപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, എനിക്ക് നല്ല ഉറക്കം വന്നു, ഞാൻ ഉറങ്ങി, ടെൻഷനൊന്നുമില്ല, ഉറങ്ങി. അതുകൊണ്ട് ഞാൻ പിന്നെ കേൾക്കുന്നത് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന വാക്കാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ സഫ്വാൻ ഇബ്നു മുഅത്തൽ റളിയല്ലാഹു അൻഹു. എന്താണ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയാൻ കാരണം? ഇതൊരു ഫിത്നയുടെ തുടക്കമാണ് എന്ന് അദ്ദേഹത്തിന് അറിയാം. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, എന്നോട് ഒരു വാക്ക് പോലും സഫ്വാൻ റളിയല്ലാഹു അൻഹു വന്ന് സംസാരിച്ചിട്ടില്ല. ഞാൻ ആകെ അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് കേട്ടത് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന വാക്ക് മാത്രമാണ്. അങ്ങനെ ഞാൻ ഒട്ടകപ്പുറത്ത് കയറി, സഫ്വാൻ റളിയല്ലാഹു അൻഹു നടന്നു. ഈ പകൽ സമയത്താണ് മദീനയിൽ അവർ പ്രവേശിക്കുന്നത്. എന്താ ചെയ്തത്? ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, 1 മാസം ആളുകൾ ആയിഷ റളിയല്ലാഹു അൻഹ വ്യഭിചരിച്ചു എന്ന് നാട്ടിൽ പറഞ്ഞിടന്നു. മുസ്ലിമീങ്ങൾ വരെ അതിൽ പെട്ടുപോയി. മുനാഫിക്കുകൾ ഇങ്ങനെ പറഞ്ഞു നടക്കുകയാണ്. മുസ്ലിമീങ്ങൾ വരെ പെട്ടുപോയി. ഷായിറുൻ നബി, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കവി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരാളെ പേര് പറഞ്ഞില്ലേ, അദ്ദേഹം വരെ അതിൽ പെട്ടുപോയി. ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ച് അപവാദം പറയുന്നതിൽ പെട്ടുപോയി. അതുപോലെ തന്നെ മിസ്തഹ് റളിയല്ലാഹു അൻഹു അതിൽ പെട്ടുപോയി. ബദറിൽ പങ്കെടുത്ത സ്വഹാബിയാണ്. പക്ഷെ വീട്ടിൽ ഇരിക്കുന്ന ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് കാര്യങ്ങളൊന്നും അറിയൂല. പനി പിടിച്ചു, അസുഖം പിടിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിസിറ്റ് ചെയ്യാൻ വരും. സാധാരണ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഒരു ഭർത്താവിന് ഭാര്യനോട് സ്നേഹം കൂടുന്നാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അപ്രകാരമായിരുന്നു. പക്ഷെ അസുഖം വന്നപ്പോഴും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ കയറിയിട്ട് ചോദിക്കും, കൈഫതീക്കും, എന്താ ഇപ്പോൾ അവസ്ഥ എന്ന് ചോദിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇരിക്കാതെ തിരിഞ്ഞു ചോദിച്ച് പോകുന്ന. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 1 മാസത്തിന് ശേഷം ആയിഷ റളിയല്ലാഹു അൻഹ ഉമ്മു മിസ്തഹ് റളിയല്ലാഹു അൻഹയുടെ ഉമ്മാനെയും കൂട്ടിയിട്ട് ആവശ്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി പുറത്തേക്ക് പോകുന്നത്. പുറത്തേക്ക് പോയി തിരിച്ചു വരുമ്പോൾ മിസ്തഹ് റളിയല്ലാഹു അൻഹയുടെ ഉമ്മ കല്ലിൽ തട്ടി വീഴാൻ പോയപ്പോ തഈസ മിസ്തഹ് നശിക്കട്ടെ എന്ന വാക്ക് അറിയാതെ പുറത്തു വന്നു. നമ്മളുണ്ടല്ലോ, നമ്മൾക്കിപ്പോൾ എന്തെങ്കിലുമൊക്കെ വീഴാൻ പോകുമ്പോൾ നമ്മൾ ഉള്ളിൽ വെച്ചിരിക്കുന്ന സാധനം ചിലപ്പോൾ പുറത്തേക്ക് വരും. അപ്പൊ അങ്ങനെ അറിയാതെ പറഞ്ഞു പോയി. അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, എന്താണ് നിങ്ങൾ പറയുന്നത്? അദ്ദേഹം ബദറിൽ പങ്കെടുത്ത സ്വഹാബിയാണ്. ആ സ്വഹാബിനെയാണോ നിങ്ങൾ ഇങ്ങനെ ശപിക്കുന്നത്? അതിൽ മിസ്തഹ് റളിയല്ലാഹു അൻഹയുടെ ഉമ്മ പറഞ്ഞു, നിനക്കറിയോ ആയിഷ, നിങ്ങളെക്കുറിച്ച് അവൻ പറഞ്ഞു നടക്കുന്ന അപവാദം എന്താണെന്ന് അറിയോ എന്ന് പറഞ്ഞിട്ട് കാര്യം മൊത്തം വിശദീകരിച്ചു കൊടുത്തു. ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് കാര്യം മനസ്സിലായി. 1 മാസമായി ആളുകൾ മദീനയിൽ ഇതാണ് പറഞ്ഞു നടക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ സങ്കടത്തിലാണ്. പ്രശ്നം പരിഹരിക്കാൻ അള്ളാഹു ഒരു ആയത്ത് പോലും ഇറക്കിയിട്ടില്ല. അള്ളാഹ് ആയത്തിറക്കിയ തീരുമാനമായി.
പക്ഷെ അള്ളാഹ് ആയത്തിറക്കിയില്ല. ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് വീട്ടിൽ വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, ഞാൻ എൻ്റെ ഉമ്മാൻ്റിപ്പാൻ്റെ അടുത്ത് പോട്ടെ, എനിക്ക് വയ്യ, ഞാൻ എൻ്റെ ഉമ്മാൻ്റിപ്പാൻ്റെ അടുത്ത് പോട്ടെ. അങ്ങനെയാണ് വീട്ടിലേക്ക് പോകേണ്ടത്. എന്തിനു വേണ്ടിയിട്ടാണ്? ആളുകൾ എന്താണ് ഈ പറഞ്ഞു നടക്കുന്നത് എന്ന് അറിയണം. അതിനു വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. വീട്ടിലേക്ക് പോയി. വീട്ടിലേക്ക് പോയപ്പോൾ പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയെ വിസിറ്റ് ചെയ്യാൻ വന്നു. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, 1 മാസത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് ഇരുന്ന് സംസാരിക്കുന്നത് അപ്പോഴാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ആയിഷ, നീ എങ്ങാനും തെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ നീ അള്ളാഹിനോട് പശ്ചാത്തപിക്കുക. ഇനി അല്ല എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിന്നെ നിരപരാധിയായി കൊണ്ട് ആയത്തിറക്കും എന്ന് ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു. ആയിഷ റളിയല്ലാഹു അൻഹ കരയും. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉപ്പ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ച ചോദ്യത്തിന് മറുപടി കൊടുക്കുന്നുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ച ചോദ്യം, ആയിഷ, നീ തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ അള്ളാഹു നിന്നെ നിരപരാധിയാക്കിക്കൊണ്ട് ആയത്തിറക്കും. ഇനി തെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ നീ അള്ളാഹിനോട് പാപമോചനം നടത്തിക്കോ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഈ പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കിന് എൻ്റെ ഉപ്പ നിങ്ങൾ മറുപടി കൊടുക്കും. അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു, ഞാൻ എന്ത് മറുപടി കൊടുക്കാനാണ്? ഉമ്മ, നിങ്ങൾ മറുപടി കൊടുക്കോ, ഞാൻ എന്ത് മറുപടി കൊടുക്കാനാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചുപോയി എന്നാണ്. എന്നിട്ട് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു വിളിച്ചു. അലിയാർ തങ്ങളോട് ചോദിച്ചു, അലി, എന്താണ് അഭിപ്രായം? ആയിഷാനെ കുറിച്ച് എൻ്റെ അഭിപ്രായം എന്താ? അതിൽ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, ആയിഷ റളിയല്ലാഹു അൻഹയെ പോലെയുള്ള എത്രയോ സ്ത്രീകൾ വേറെയുണ്ടല്ലോ, നിങ്ങൾക്ക് അവരെ കല്യാണം കഴിക്കാമല്ലോ, അപ്പോൾ ത്വലാഖ് ചെല്ലാമല്ലോ എന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു എന്നാണ്. ഇനി കൂടുതൽ വിശദീകരണം കിട്ടണമെന്നുണ്ടെങ്കിൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ കൂടെ എപ്പോഴും നടക്കുന്ന ഒരു സ്ത്രീയുണ്ട്, ബരീറ റളിയല്ലാഹു അൻഹ. അടിമയായിരുന്നു, അടിമ സ്ത്രീയായിരുന്നു. അവളോട് ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു. ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹുവിനോട് ഇതേ ചോദ്യം ചോദിച്ചു, എന്താണ് പറയാനുള്ളത്? ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അവരെ കുറിച്ച് എനിക്ക് നല്ലതല്ലാതെ പറയാനില്ല, അവര് നിങ്ങളുടെ കുടുംബമാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് ബരീറ റളിയല്ലാഹു അൻഹയെ വിളിച്ചു. എന്താണ് ആയിഷയെ കുറിച്ചുള്ള നിന്റെ അഭിപ്രായം? അപ്പൊ മഹദി പറഞ്ഞു, നല്ലതല്ലാതെ എനിക്ക് പറയാനില്ല, നല്ലതല്ലാതെ ഞാൻ അവരിൽ നിന്ന് ശീലിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ മിമ്പറിൽ കയറി, സഹാബാക്കളെ വിളിച്ചുകൂട്ടി മിമ്പറുമ്മ കയറി. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവൻ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂലാണ്, റഅസുൽ മുനാഫിഖീൻ, റഈസുൽ മുനാഫിഖീൻ, മുനാഫിഖീങ്ങളുടെ നേതാവ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ കയറി നിന്നുകൊണ്ട് മദീനക്കാരോടും മുഹാജിറുകളോടും സംസാരിക്കുകയാണ്. എൻ്റെ വിഷയത്തിൽ, എൻ്റെ കുടുംബത്തിന്റെ വിഷയത്തിൽ എന്നെ പ്രയാസപ്പെടുത്തുന്നത് നിങ്ങൾ കാണുന്നില്ലേ? സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു എണീറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, പ്രവാചകരെ, അവനെങ്ങാനും ഔസ് ഗോത്രത്തിൽപ്പെട്ടവനാണ് എങ്കിൽ, പ്രവാചകരെ പേര് പറഞ്ഞിട്ടില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേര് പറഞ്ഞിട്ടില്ല, എന്നെ പ്രയാസപ്പെടുത്തുന്നത് നിങ്ങൾ കാണുന്നില്ലേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ ഔസ് ഗോത്രത്തിന്റെ നേതാവായ സഅദ് ഇബ്നു മുആദ് എണീറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, പ്രവാചകരെ, ഞങ്ങളുടെ ഗോത്രത്തിൽപ്പെട്ടവനാണ് എങ്കിൽ ഞങ്ങൾ അവന്റെ തലയെടുക്കും. ഇനി ഖസ്റജ് ഗോത്രത്തിൽപ്പെട്ട ഞങ്ങളുടെ സഹോദര സമുദായത്തിൽപ്പെട്ടവനാണ് എങ്കിൽ, ഗോത്രത്തിൽപ്പെട്ടവനാണ് എങ്കിൽ താങ്കൾ എന്താണോ കൽപ്പിക്കുന്നത് അത് അവന്റെ വിഷയത്തിൽ ഞങ്ങൾ ചെയ്യും. അപ്പൊ സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു ഖസ്റജ് ഗോത്രത്തിന്റെ നേതാവാണ്. അദ്ദേഹം എണീറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, അദ്ദേഹം നല്ല വ്യക്തിയാണ്, സഹാബിയാണ്, പക്ഷെ ആ സമയത്ത് ഒരു ഗോത്രമഹിമ അദ്ദേഹത്തെ പിടിപെട്ടു എന്നാണ്. ഞങ്ങളുടെ ഗോത്രത്തിൽപ്പെട്ടവനൊന്നും തൊടാൻ ഞങ്ങൾ സമ്മതിക്കില്ല, അതെങ്ങനെ നിങ്ങളും അവൻ്റെ തലെടുക്കാൻ വരല് എന്ന വർത്താനം വന്നു. സ്വഹാബാക്കൾ തമ്മിൽ കശപിശയായി, ആകെ തർക്കമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിരിഞ്ഞുപോയി, സഹാബാക്കളും പിരിഞ്ഞുപോയി. രണ്ടാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുത്തേക്ക് വന്നിട്ട് ആദ്യം പറഞ്ഞതുപോലുള്ള വർത്താനം പറഞ്ഞു, ആയിഷ, ഈ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാഹിനോട് പൊറുക്കലിനെ ചോദിച്ചോ, ഇനി അല്ല എങ്കിൽ അള്ളാഹു ആയത്തിറക്കും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിഞ്ഞു പോകുമ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നൂറിലെ 10 ആയത്തുകൾ ഇറക്കുന്നത്. എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, അള്ളാഹു സുബ്ഹാനഹു വ തആല നീ നിരപരാധിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആയത്തിറക്കിയിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഉമ്മ പറഞ്ഞു, വേഗം എണീറ്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് പോ.
അള്ളാഹു സുബ്ഹാനഹു വ തആല നിന്നെ നിരപരാധിയാക്കിയിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ ഒരിക്കലും എനിക്ക് പോകാനുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്കല്ല, എന്നെ സഹായിച്ചത്, എൻ്റെ കാര്യത്തിൽ ഇടപെട്ടത്, എൻ്റെ വിഷയത്തിൽ 10 ആയത്തുകൾ ഇറക്കിയത് എൻ്റെ റബ്ബാണ്, ഞാൻ അവൻ്റെ മുന്നിലേക്കാണ് പോകുന്നത് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞ് അള്ളാഹിൻ്റെ മുന്നിൽ അതിന് ഹംദ് ചൊല്ലി എന്നൊക്കെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇത്രത്തോളം പ്രയാസങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വരുത്തി വെച്ച ആളുകളാണ് യഥാർത്ഥത്തിൽ മുനാഫിക്കുകൾ. ദീനിനെ പരിഹസിക്കുക എന്നത് അവരുടെ ഹോബിയായിരുന്നു. ഒരിക്കല് സ്വഹാബാക്കളെ കുറിച്ചിട്ട് ഒരു മുനാഫിക്ക് പറയാണ്, ഇത്ര പേടിത്തൊണ്ടന്മാരായ, ഇത്ര തിന്നാൻ കൊതിയുള്ള ആളുകളെ ഞങ്ങളെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. യുദ്ധത്തിന്റെ മേഖലയിൽ ഇത്ര പേടിത്തൊണ്ടന്മാരായ ആളുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിനെ പോലെ പേടിത്തൊണ്ടന്മാരെ ഞങ്ങൾ കണ്ടിട്ടില്ല. ഒരു സ്വഹാബി കേട്ടു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് പോയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചെന്ന് പറഞ്ഞു, പ്രവാചകരെ, താങ്കളുടെ സ്വഹാബിമാരെ കുറിച്ച് ഇന്ന ആള് ഇന്നത് പറഞ്ഞിട്ടുണ്ട്. അയാൾ വന്ന് പറയുമ്പോൾ തന്നെ അള്ളാഹു ആയത്തിറക്കി കൊടുത്തിരുന്നു, വഹി ഇറക്കി കൊടുത്തിരുന്നു. ഇതാ മുനാഫിഖ് അറിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യാത്ര ചെയ്യാൻ നിൽക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒട്ടകത്തിന്റെ കയറിൽ പിടിച്ചിട്ട്, ആ ഒട്ടകം ഇരിക്കാനൊരു സാധനം ഇങ്ങനെ കെട്ടുമല്ലോ, അത് കെട്ടുന്നൊരു കയറുണ്ട്, ആ കയറുമ്മ പിടിച്ചിട്ട് കെഞ്ചി എന്നാണ്, പ്രവാചകരെ, ഞാൻ തമാശക്ക് വേണ്ടി ദീനിനെ കളിയാക്കിയാണ്, സ്വഹാബിമാരെ വെറുതെ കളിയാക്കിയാണ്, ഒരു രസത്തിന് വേണ്ടി കളിയാക്കിയാണ്. അള്ളാഹു തറക്കി ഖുൽ അബില്ലാഹി വ ആയാതിഹി കുൻതും തസ്തഹ്സിഊൻ. അള്ളാഹിന്റെയും അള്ളാഹിന്റെ റസൂലിന്റെയും പേര് പറഞ്ഞിട്ടാണോ നിങ്ങൾ കളിയാക്കുന്നത്? ദീനിനെ കൊണ്ട് നിങ്ങൾ കളിക്കുകയാണോ? ലഖദ് കഫർതും ബഅദ ഈമാനിക്കും. നിങ്ങളൊക്കെ വിശ്വസിച്ച ആളുകളായിരുന്നു, നിങ്ങൾ ഇതോടുകൂടി കാഫിറായി പോയിട്ടുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല ആയത്തിറക്കിന. അപ്പൊ എവിടെയായാലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നേരിടേണ്ടി വന്ന പരീക്ഷണങ്ങളാണ് ഇതൊക്കെ. ദീനിനെ കളിയാക്കുക, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഹസിക്കുക എന്നത് മുശ്രിക്കുകളുടെയും മുനാഫിക്കുകളുടെയും ഹോബിയായിരുന്നു. അള്ളാഹു പറയുന്നത് ഫഖദ് കദ്ദബു, അവർ കളവാക്കിയിരിക്കുന്നു, ഫസയഅ്തീഹിം, അവരിലേക്ക് വരുന്നതാണ്, അംബാഉ മാ കാനൂ ബിഹി യസ്തഹ്സിഊൻ, അവർ എന്തിനെ കുറിച്ചാണോ കളിയാക്കുന്നത് അതിന്റെ വിവരം അവർ അറിയുക തന്നെ ചെയ്യും. അവർ പറയുന്നത് മുസ്ലിമീങ്ങൾ അവരെ കീഴടക്കൂല എന്നാണ്, അതിനെ പരിഹസിക്കുകയാണ്. അത് അവരിലേക്ക് വരിക തന്നെ ചെയ്യും. ബദറിന്റെ ദിവസം അത് കണ്ടു. അവരിലേക്ക് ശിക്ഷ ഇറങ്ങുകയില്ല എന്നാണ്. അള്ളാഹു സുബ്ഹാനഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബാക്കളും മക്കയിൽ നിന്ന് പോയപ്പോ മക്കയിൽ ഇന്ന് വരെ കൊടുത്തിട്ടില്ലാത്ത പട്ടിണി അബൂ സുഫിയാനും ടീമിനും കൊടുത്തു എന്നാണ്. ഇന്ന് വരെ മക്ക കണ്ടിട്ടില്ലാത്ത പട്ടിണി കൊണ്ട് അവർ പരീക്ഷിക്കപ്പെട്ടു. അതിൽ നിന്നൊന്നും അവര് ഇസ്ലാമിനെ മനസ്സിലാക്കുവാനോ ഇസ്ലാം പഠിക്കുവാനോ അവര് തയ്യാറായിരുന്നില്ല എന്നാണ്. ശേഷം അള്ളാഹു പറയണം, അവലം യറൗ ഇലൽ അർളി കം അംബത്നാ ഫീഹാ മിൻ കുല്ലി സൗജിൻ കരീം. അവലം യറോ, ഇവര് നോക്കുന്നില്ലേ? ഇസ്ലാമിനെ കളിയാക്കുന്നവർ, അള്ളാഹുവിന്റെ ശക്തിയെ നിഷേധിക്കുന്നവർ, അവലം യറോ, അവര് നോക്കുന്നില്ലേ? ഇലൽ അർളി, ഭൂമിയിലേക്ക് അവർ നോക്കുന്നില്ലേ? കം അംബത്നാ ഫീഹാ മിൻ കുല്ലി സൗജിൻ കരീം, എത്ര മാന്യമായ അല്ലെങ്കിൽ ശ്രേഷ്ഠമായ എത്ര സസ്യങ്ങളെയാണ്, എത്ര ഇനങ്ങളെയാണ്, എത്ര ഇണകളായ സസ്യങ്ങളെയാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഭൂമിയിൽ സംവിധാനിച്ചിട്ടുള്ളത് എന്ന് അവര് നോക്കുന്നില്ലേ എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല പറയും. ഇതൊക്കെ എന്തിനാ പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യം അള്ളാഹു സുബ്ഹാനഹു തആല പ്രാപഞ്ചികമായ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറയാം. അവർക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ അവർക്ക് ചിന്തിക്കാൻ ഉതകുന്നതായ ഒരുപാട് കാര്യങ്ങളെ അള്ളാഹു സുബ്ഹാനഹു തആല തുടക്കത്തിൽ ഇങ്ങനെ പറയാണ്. ഇതെന്തിനാണ് ഈ തുടക്കത്തിൽ ഇങ്ങനെ പറയുന്നത്? ഇതിനു ശേഷം ഒരുപാട് കഥകൾ വരാനുണ്ട്, ഒരുപാട് ചരിത്രപരമായ വസ്തുതകൾ ഇനി പ്രതിപാദിക്കാനുണ്ട്. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് വിശ്വാസം ഇല്ല എങ്കിൽ നിങ്ങൾക്ക് മുന്നിൽ ചരിത്രങ്ങളുണ്ട്, അതിനെങ്കിലും മുഖവിലെടുത്തുകൊണ്ട് നിങ്ങൾ ഇസ്ലാമിനെ സ്വീകരിച്ചുകൂടെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. ശേഷമുള്ള ആയത്തിൽ ഇന്ന ഫീ ദാലിക ലആയതൻ, ഈ സസ്യങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൽപ്പാദിപ്പിച്ചതിലെല്ലാം അതിലെല്ലാം ദൃഷ്ടാന്തമുണ്ട്. വമാ കാന അക്സറുഹും മുഅ്മിനീൻ, അവരിൽപ്പെട്ട അധിക പേരും വിശ്വസിക്കുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുകയാണ്. സത്യത്തിന്റെ പിറകെ കുറച്ച് ആളുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. സത്യം അളക്കേണ്ടത് ഏത് ടീമിലാണ്
കുറെ ആളുകൾ ഉള്ളത് നോക്കിയിട്ടല്ല, നമ്മുടെ നാട്ടിലെ സാഹചര്യവും അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ സമ്പ്രദായവും നോക്കിയിട്ടല്ല സത്യത്തെ അളക്കേണ്ടത്. സത്യം ചിലപ്പോ നാട്ടില് അധികം ആളുകളും ചെയ്യുന്ന കാര്യത്തിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത്, ഇന്ന ഫീ ദാലിക ലആയ, ഇതിലെല്ലാം ദൃഷ്ടാന്തമുണ്ട്. വമാ കാന അക്തറുഹും മുഅ്മിനീൻ, അവരിൽപ്പെട്ട അധിക പേരും വിശ്വസിക്കുകയില്ല. അപ്പൊ അധികം ആളുകളും വിശ്വസിക്കൂല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അള്ളാഹിന്റെ റസൂലിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വഇൻ തുതി അക്സറ മൻ ഫിൽ അർളി യുദില്ലുക അൻ സബീലില്ലാഹ്, പ്രവാചകരെ ഭൂമിയിലുള്ള അധിക പേരെയും താങ്കൾ അനുസരിക്കുകയാണ് എങ്കിൽ താങ്കൾ അള്ളാഹിന്റെ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകും. എല്ലാവരും പറഞ്ഞ് കേൾക്കാനൊന്നും കഴിയൂല, എല്ലാവരും അഭിപ്രായത്തിനൊന്നും ചെവി കൊടുക്കാൻ കഴിയൂല. അങ്ങനെ അഭിപ്രായത്തിന് ചെവി കൊടുത്താൽ പ്രവാചകരെ താങ്കൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാനുള്ള സാഹചര്യം ഉണ്ടാകും എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞില്ലേ, എൻ്റെ ഉമ്മത്ത് ഒരുപാട് ടീമായിക്കൊണ്ട് പിളരും, കുല്ലുഹാ ഫിന്നാർ, എല്ലാവരും നരകത്തിലാണ്, ഇല്ല വാഹിദ, ഒരു ടീം ഒഴികെ, വഹിയൽ ജമാഅ, അതാണ് ജമാഅത്ത്. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കൾ ചോദിക്കാണ്, അവർക്കുള്ള ക്വാളിറ്റി എന്താണ് അവരുടെ പ്രത്യേകത? ഖീല മൻഹും യാ റസൂലല്ലാഹ്, പ്രവാചകരെ ആരാണ് അവർ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ അന അലൈഹി വ അസ്ഹാബു, ഞാനും എൻ്റെ സ്വഹാബത്തും ഏതൊരു പാതയിലാണോ ഇന്നുള്ളത് അതേ പാതയിൽ നിലകൊള്ളുന്ന ആളുകളാണ്. ചില ആളുകൾ പറയും ഖുർആനും സുന്നത്തും മതി എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു വിമർശനായി കൊണ്ടുനടക്കുന്ന കാലാണ്. ഖുർആനും സുന്നത്തും മതി. ഒരു കാര്യം ഖുർആനിലുണ്ടോ സുന്നത്തിലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലർക്കൊക്കെ ആ ചോദ്യം ഒരു അലർജിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, കുല്ലുഹാ ഫിന്നാർ, എല്ലാ ടീമും നരകത്തിലാണ്, ഒരു ടീം ഒഴികെ. അവരുടെ ക്വാളിറ്റി സുന്നത്തിനെയും ഖുർആനിനെയും സ്വഹാബാക്കളുടെ ചര്യയെയും മുറുകെ പിടിക്കുന്ന ആളുകളായിരിക്കും. നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നമ്മൾ അന്വേഷിക്കേണ്ടത് എന്താ? ഖുർആനിലുണ്ടോ സുന്നത്തിലുണ്ടോ സ്വഹാബാക്കൾ ചെയ്തത്. ഈ 3 കാര്യം നമ്മൾ അന്വേഷിക്കുക. ഇതില്ലേ, അവരൊന്നും കാണാത്ത, അവർക്കൊന്നും ലഭിക്കാത്ത ഒരു നന്മയും നമുക്ക് കിട്ടാനില്ല. ഒരു ചെറിയ നന്മയാണ് എങ്കിലും അത് നേടിയെടുക്കുവാൻ മാത്സര്യം കാണിച്ചിരുന്ന ആളുകളായിരുന്നു സഹാബാക്കൾ. അവർക്ക് തിരിയാത്തൊരു നന്മയും ഇന്ന് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന ഏതൊരു കാര്യവും ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നരകത്തിൽ നിന്ന് നിങ്ങളെ അകറ്റുന്ന ഏതൊരു കാര്യവും ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ദീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇങ്ങനെ കൂടി ഇങ്ങനെ പോവില്ല. ദീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പഠിപ്പിച്ചെന്നാണ് ദീൻ. അത് പല നോമ്പ് കഴിഞ്ഞില്ലേ? റജബ് 27 നോമ്പ് കഴിഞ്ഞില്ലേ? ബറാഅത്ത് നോമ്പ് കഴിഞ്ഞില്ലേ? നമ്മൾ ചോദിച്ചു നോക്കി, നോമ്പ് നോറ്റ ആളുകളോട് അല്ലെങ്കിൽ അത് നോമ്പ് നോൽക്കാൻ പറഞ്ഞ പണ്ഡിതന്മാരോട് ഖുർആനുണ്ടോ ഹദീസുണ്ടോ ചോദിച്ചു നോക്കി. സ്വഹാബാക്കൾ ചെയ്തതിന് തെളിവുണ്ടോ ചോദിച്ചു നോക്കി. താബീങ്ങൾ ചെയ്തതിന് തെളിവുണ്ടോ ചോദിച്ചു നോക്കി. ഒരു തെളിവ് അവർക്ക് ഹാജരാക്കാൻ സാധിക്കൂല. ഒരു തെളിവ് അവർക്ക് ഹാജരാക്കാൻ സാധിക്കും. മാത്രമല്ല, ഇത് കൽപ്പിക്കുന്ന ആളുകളുടെ ഉസ്താദുമാർ, കണ്ണിയത്ത് ഉസ്താദിനെ പോലെയുള്ള ആളുകൾ ഇത് ബിദ്അത്താണെന്ന് നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് ഏതൊരു കർമ്മം നമ്മൾ ചെയ്യുന്നു എങ്കിൽ നമ്മൾ അന്വേഷിക്കണം, വിശുദ്ധ ഖുർആന്റെ പിൻബലം അതിനുണ്ടോ? ഹദീസുകളുടെ പിൻബലം ഞാൻ ചെയ്യുന്ന കർമ്മത്തിനുണ്ടോ? ഞാൻ ചെയ്യുന്ന പ്രവർത്തനം സ്വഹാബാക്കൾ ചെയ്തിരുന്ന പ്രവർത്തനമാണോ? നമ്മൾ അന്വേഷിച്ച് ഉറപ്പ് വരുത്തിയതിനു ശേഷമാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ല എങ്കിൽ എന്തവസ്ഥ ഉണ്ടാകും? വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചില്ല. ചില ആളുകൾ വരും, നന്മയുടെ കൂമ്പാരമായിട്ടാണ് വരിക. തസ്ലാ നാറൻ ഹാമിയ, കുറേ നന്മകൾ ചെയ്തു എന്ന് വിചാരിച്ചിട്ട പോലെ വരിക. ഓലെ ഒന്നാകെ എടുത്തിട്ട് നരകത്തിലാണ്ട് കൊണ്ടുപോയി തള്ളൂ. എന്താ? ഇത്തരത്തിൽ ഇസ്ലാം പഠിപ്പിക്കാത്ത നന്മകൾ, ബിദ്അത്തുകൾ ജീവിതത്തിൽ ചെയ്തവരായിരുന്നു എന്നാണ്.
അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് സത്യം ആരുടെ കൂടെയാണോ എന്നാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. സത്യം ആരുടെ കൂടെയാണ്? ഇന്ന ഫീ ദാലിക ലആയ, അതിലെല്ലാം വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുണ്ട്. വമാ കാന അക്സറുഹും മുഅ്മിനീൻ, അവരിൽപ്പെട്ട അധിക പേരും ഇസ്ലാമിനെ സ്വീകരിക്കൂല. എത്ര ആളുണ്ട്, എണ്ണപ്പെരുപ്പമല്ല നമ്മൾ നോക്കേണ്ടത്. എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ബദ അൽ ഇസ്ലാമു ഗരീബൻ. എല്ലാവരും മനസ്സിൽ കുറിച്ചു വെക്കേണ്ട ഹദീസാണ്. ബദ അൽ ഇസ്ലാമു ഗരീബൻ, ഇസ്ലാം തുടങ്ങിയത് അപരിചിതത്വത്തിൽ നിന്നാണ്. ആർക്കും അറിയില്ലായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന് ഇസ്ലാമിനെ പറഞ്ഞു കൊടുത്തപ്പോൾ ആർക്കും അറിയില്ല അതെന്താ സാധനം. അറബികൾക്കിടയിൽ ആദ്യമായിട്ട് ഒരാൾ പുതിയൊരു വാദം പറയണ് എന്നുള്ള അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. വസയഊദു കമാ ബദ, എന്നാൽ അതുപോലെയുള്ള അവസ്ഥ ഇസ്ലാമിന് വരുന്നതാണ് അവസാന കാലഘട്ടത്തിൽ. ഇന്നിപ്പോൾ മ്യൂസിക് കേൾക്കണ്ടെന്ന് പറഞ്ഞു നോക്കി, ഏതാ ഈ ചെങ്ങായി, ഇവൻ ഏത് നാട്ടുകാരനാണ്, ആറാം നൂറ്റാണ്ടെന്ന് വണ്ടി കിട്ടാത്ത ആളാണ് എന്ന് പറയും. അപ്പൊ ഇസ്ലാമിന്റെ നിയമങ്ങൾ പരിചിതമല്ലാത്ത ഒരു കാലഘട്ടം വരും. വസയഊദു കമാ ബദ, ഇസ്ലാം എങ്ങനെയാണോ തുടങ്ങിയത് അതിലേക്ക് തന്നെ തിരിച്ചു പോകും. ഫതൂബാ ലിൽ ഉറബ, അന്നും ഇസ്ലാമിനെ മുറുകെ പിടിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് സ്വർഗമുണ്ട്, അവർക്ക് മംഗളങ്ങൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അവസാന കാലഘട്ടത്തിൽ ജീവിക്കുന്ന ആൾക്ക് തീക്കനൽ കയ്യിൽ പിടിച്ചിരിക്കുന്ന പോലെയായിരിക്കും. അത്രയും റിസ്ക് ആവും. തീക്കനൽ കയ്യിൽ പിടിച്ചിരിക്കാൻ പറ്റുമോ? ഇല്ല, ഒരു സെക്കൻഡ് കഴിഞ്ഞാൽ നമ്മൾ വിടും. അതുപോലെയാണ് ഇസ്ലാമിൽ അവസാന കാലഘട്ടത്തിൽ ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത്രയും റിസ്ക് ഉണ്ടാകും. ആളുകൾ കളിയാക്കും, ആളുകൾ പരിഹസിക്കും. ഇപ്പോഴും ക്ലാസ്സിനൊക്കെ പോയി നടക്കുകയാണോ എന്ന് പറഞ്ഞ് ഒരുപാട് കളിയാക്കലുകൾ നമ്മൾ അഭിമുഖീകരിക്കാൻ സാധ്യതയുണ്ട് അവസാന കാലഘട്ടത്തിൽ. അത് വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പക്ഷെ അപ്പോഴും ക്ഷമിച്ചുകൊണ്ട് ജീവിച്ചാൽ അവന് മംഗളങ്ങൾ, അവന് സ്വർഗമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് കാണാൻ സാധിക്കും. ഞാൻ ആയത്തൊന്നു നോക്കുക. ولم يروا إلى الأرض كم أنبتنا فيها من كل زوج كريم إن في ذلك لآية وما كان أكثرهم مؤمنين. ഓക്കെ, എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? പിന്നെ ഇന്ന് ഇൻഷാ അല്ലാഹ് യാസർ മൗലവി ഉസ്താദിന്റെ നോമ്പുമായി ബന്ധപ്പെട്ട ഹദീസുകളുണ്ട്. 32 ഹദീസുകളാണ്. ഏകദേശം നമ്മുടെ എല്ലാ സംശയങ്ങൾക്കും ഉത്തരം ആ ഹദീസുകളിലുണ്ട്. ഇബ്നു ഖുദാമ അൽ മഖ്ദിസി റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം വലിയ പണ്ഡിതനാണ്. ഹിജറ 200-കളിൽ ജീവിച്ച പണ്ഡിതനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഗ്രന്ഥമാണ് നമ്മൾ ഉസ്താദ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. എന്ത് സംശയം നമുക്ക് ഉസ്താദിനോട് ചോദിക്കാം, സംശയങ്ങൾ ദൂരീകരിക്കാം. ഇൻഷാ അല്ലാഹ് എല്ലാവരും ആ ക്ലാസ്സിൽ പങ്കെടുക്കണം എന്ന് ഒരു സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താണ്. എല്ലാവർക്കും ഒന്നിച്ചു പോകാം. ശേഷമുള്ള ആയത്തിൽ എന്താ അല്ലാഹ് പറയണത്? വ ഇന്ന റബ്ബക ലഹുവൽ അസീസുൽ ഹകീം. വ ഇന്ന റബ്ബക, തീർച്ചയായും നിന്റെ രക്ഷിതാവ്, ലഹുവ അവൻ, അൽ അസീസുർ റഹീം, അവൻ അസീസാണ്. അസീസ് പറഞ്ഞാൽ എന്താ? പ്രതാപശാലിയാണ്. അർ റഹീം എന്ന് പറഞ്ഞാൽ എന്താ? കരുണാനിധിയാണ്. റഹ്മാനും റഹീമും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? റഹ്മാനും റഹീമും തമ്മിലുള്ള വ്യത്യാസം അങ്ങേയറ്റോ? അത് ഏതിൻ്റെയാണ്? റഹ്മാനും റഹീമും തമ്മിലുള്ള വ്യത്യാസം എന്താ സമീർ ഖാൻ? പറയ്, ആരെങ്കിലും പറയ്. അതൊരു ഇതാണ്. റഹ്മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിമിനോടും കാഫിറിനോടും കരുണ ചെയ്യുന്നവൻ. റഹീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഅ്മിനീങ്ങളോട് പ്രത്യേകമായി കരുണ ചെയ്യുന്നവൻ. ഇത് രണ്ടും അള്ളാന്റെ പ്രത്യേകതയാണല്ലോ. രണ്ടാമത്തെ വ്യത്യാസം എന്താ വെച്ച് കഴിഞ്ഞാൽ, റഹ്മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരുണ നിറഞ്ഞവൻ. റഹീം എന്ന് പറഞ്ഞാൽ കരുണ ചെയ്യുന്നവൻ, കരുണാനിധി, കരുണ ചെയ്യുന്നവൻ. ഒരു ഫിഅലിനെ, ഒരു പ്രവർത്തനത്തെ സൂചിപ്പിക്കുന്നതാണ് അർ റഹീം എന്ന വാക്ക് എന്ന് നമ്മൾ മനസ്സിലാക്കുക. റഹ്മാൻ എന്ന്, അതുകൊണ്ട് തന്നെ റഹ്മാൻ എന്ന പേരിടാൻ പറ്റുമോ? റഹീം എന്നുള്ള പേരിടാൻ പറ്റുമോ? ഇല്ലേ? അള്ളാന്റെ ചില പേരുകൾ
അബ്ദു കൂട്ടാതെ ഇടാം, അലിഫ്ലാം ഇടാതെ ഇട്ടാൽ മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറിച്ചിട്ട് എന്താ പറഞ്ഞത്? അസീസുൻ അലൈഹി മാ അനിത്തും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം എന്ന് പറഞ്ഞില്ല? റഊഫ്, റഹീം ഇതൊക്കെ പിന്നെ അള്ളാന്റെ നാമങ്ങളാണ്. പക്ഷെ അവിടെ അലിഫ്ലാം ഇല്ലാതെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രതിപാദിച്ചിട്ടുള്ളത്. റഹ്മാൻ എന്ന പേരിട്ടവനുണ്ടായിരുന്നു സ്വന്തമായിട്ട്. ആരായിരുന്നു? തന്നെ സ്വന്തമായി റഹ്മാൻ എന്ന് വിളിച്ചവനുണ്ടായിരുന്നു. റഹ്മാനുൽ യമാമ മുസൈലിമത്തുൽ കദ്ദാബ് എന്ന് പറയുന്ന മനുഷ്യൻ, അവന് കള്ളപ്രവാചകനായിരുന്നു. ഓനെ വിളിച്ചിരുന്ന പേരാണ് എന്ത്? റഹ്മാൻ എന്നത്. മനസ്സിലായില്ലേ? അപ്പൊ അത് പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അങ്ങനെ റഹ്മാൻ എന്ന പേര് ഇടുന്നതൊക്കെ ശക്തമായി വിലക്കിയതാണ്. അള്ളാഹ് എന്ന് പേരിടാൻ പറ്റുമല്ലോ, അബ്ദുള്ള എന്നല്ല പേരിടാൻ പറ്റും. ഓക്കെ, വേറെ സംശയങ്ങൾ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത. ഓക്കെ.